ശ്രീമദ് ഭാഗവതം ക്ലാസ് 82 നമ്മുടെ 4-ാമത്തെ സ്കന്ധത്തിലെ 20-ാമത്തെ അധ്യായമായിട്ട് ഭഗവൻ പൃഥു സംവാദമാണ് പറയാൻ പോകുന്നത്. നമ്മൾ കഥയിലൂടെയാണ് ഇവിടെ എല്ലാം കാണുന്നത്. കഥയിൽ വരുമ്പോൾ കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ലക്ഷ്യം കഥ കേൾക്കുകയല്ല, ആ കഥയുടെ അർത്ഥം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കഥയിൽ കഥാപാത്രമാണെങ്കിലും യഥാർത്ഥത്തിൽ അത് കഥാപാത്രം എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരൂപത്തിലാണ് ചിത്രീകരിക്കുക. കാരണം നമ്മളുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് കഥാപാത്രങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം ആ തരത്തിൽ അതിനെ കാണരുത്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഇടക്കിടക്ക് ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് മൈത്രേയൻ ഒന്നിൽ പറയുന്നത് ഒന്നുകൂടിയും സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് പോകാം. എന്താണ് മൈത്രേയൻ ഒന്നിൽ പറയുന്നത്? ഇന്ദ്രനോടുകൂടി സ്ഥിതി ചെയ്യുന്നവനും ഇന്ദ്രൻ്റെ ഒപ്പമാണ് ആരുള്ളത്? ഇനി പറയുന്ന ആൾ. ഇന്ദ്രനോടുകൂടിയുള്ളതാണ്. ആരാണത്? സമർത്ഥനാണ്, സർവൈശ്വര്യാദി ഗുണങ്ങളെല്ലാം കൂടിയതാണ്, യജ്ഞഹവിർ ഭോക്താവാണ്. നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളും അർപ്പിക്കുന്ന ഹവസുകളെല്ലാം അദ്ദേഹത്തിന് വേണ്ടിയുള്ളതാണ്. ആ യജ്ഞങ്ങളെ പാലിക്കുന്നതും അവനാണ്. അങ്ങനെയുള്ള മഹാവിഷ്ണു. അപ്പം ഇന്ദ്രനുണ്ട്. ഈ ഇവിടെ നടക്കുന്ന എല്ലാ ഇന്ദ്രൻ വിഷ്ണുവിൻ്റെ കൂടെയാണ്, മഹാവിഷ്ണുവിൻ്റെ കൂടെയാണ്. വേദങ്ങളിൽ ഇന്ദ്രൻ്റെ ഒരു കൂട്ടുകാരനായിട്ടാണ് വിഷ്ണുവിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മഹാവിഷ്ണു യജ്ഞകർമ്മങ്ങളിൽ സന്തുഷ്ടനായിട്ട്, ആരുടെ യജ്ഞകർമ്മങ്ങളിൽ? ഭൂമിയെ കറന്നെടുത്ത രാജാവ്. അപ്പോൾ ഒരു രാജാവ് അവിടെ വരുന്നുണ്ട്, പൃഥ്വി. അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഘടകങ്ങളെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത് സയൻസിലൂടെയാണ് നടന്നിരിക്കുന്നത്. എല്ലാറ്റിൻ്റെ പിന്നിലും ഒരു സയൻസും അതിൻ്റെ ഒരു അടിസ്ഥാന തത്വമുണ്ട്. തത്വമില്ലാതെ ഒന്നുമില്ല. നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും അതിന് പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ അതേ ക്രമത്തിൽ ചേർക്കേണ്ട സമയത്ത് ചേർത്തിട്ട് മാത്രമേ അത് സാമ്പാറാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രി പഠിച്ചവനറിയാം. അതിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ വെണ്ടയ്ക്കയും പരിപ്പും ഒന്നുമല്ല സാമ്പാറിന് നമുക്ക് കിട്ടുന്നത്. ഇനി ആ കിട്ടുന്ന സാമ്പാറിനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് സാമ്പാർ തന്നെയാണ്. പക്ഷേ അതിൽ വെണ്ടയ്ക്കൊന്നും കാണാനൊന്നും പറ്റില്ല. മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നോ വെച്ചോളൂ. ഒരു ദ്രാവരൂപത്തിലുള്ള കോയമ്പുമാരിയുള്ളൊരു സാധനമായിരിക്കും. പക്ഷെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വെണ്ടയ്ക്കേൻ്റെ ടേസ്റ്റും ഇല്ല, ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റും ഇല്ല, ഒന്നുമില്ല. വേറെ എന്തോ ടേസ്റ്റാണ്. ഈ കൊടുക്കുന്ന വസ്തുവിനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പുറത്തേക്ക് വരുന്ന സാധനത്തിനാണ് ഔട്ട്പുട്ട് എന്ന് ആധുനിക സയൻസ് പറയുന്നത്, മാനേജ്മെൻറ്റിൽ പറയുന്നത്. ഇപ്പം നമ്മളൊരു ഇൻപുട്ട് കൊടുത്തിട്ട് അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ടേസ്റ്റ് മാറിയത്? ഇതിലെല്ലാമുള്ള രാസവസ്തുക്കൾ കൂടിച്ചേർന്നൊരു പുതിയ രാസവസ്തു ഒരു മിശ്രിതമായിട്ട് മാറുകയാണ്. അപ്പോൾ വലിയൊരു രാസപ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട്. ഈ ലോകത്തിൽ എന്ത് കർമ്മങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നിൽ ഒരു കെമിസ്ട്രി ഉണ്ട്, ഒരു രാസപ്രവർത്തനമുണ്ട്. ആ രാസപ്രവർത്തനം, അതുകൊണ്ടാണ് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു ലാബാണ്, കെമിസ്ട്രി ലാബാണ്. അതിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തെല്ലാം നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ്. സംസാരത്തിൻ്റെ പിന്നിലും രാസപ്രവർത്തനമാണ്. സംസാരിക്കാൻ കഴിയണമെങ്കിൽ അതിന് ഊർജ്ജം റിലീസ് ചെയ്യുന്നത് ഭക്ഷണത്തിലുള്ള
വസ്തു അവിടെ വെച്ച് ഒരു രാസപ്രവർത്തനം നടന്ന് വിഘടിച്ച് ഊർജത്തെ പുറത്തേക്ക് വിട്ടിട്ടാണ് ഈ മസിലിയെല്ലാം. ഈ മസിലി എന്ന് പറയുന്നതും രാസവസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിൽ നിന്നുള്ള ഊർജമാണ്. അപ്പോൾ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് രാസപ്രവർത്തനത്തിലൂടെയാണ്. എല്ലാറ്റിൻ്റെയും പിന്നിൽ സയൻസാണുള്ളത്. സയൻസ് അല്ലാതെ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിൽ സയൻസിലൂടെയല്ലാതെ നമുക്ക് ലോക സൃഷ്ടിക്രമത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് രാസപ്രവർത്തനത്തിലൂടെയാണ്, കെമിസ്ട്രിയിലൂടെയാണ്, എല്ലാമാണ്. അതിൽ ഫിസിക്സും എല്ലാം വരും. 12% സയൻസാണ്. ആ പ്രപഞ്ച സൃഷ്ടിക്രമമാണ് വേദങ്ങളിലൂടെയും വിവരിക്കുന്നത്. അപ്പം വേദങ്ങളിലുള്ളതും കെമിസ്ട്രി തന്നെയാണ്, സയൻസ് തന്നെയാണ്. പ്രപഞ്ചത്തെ പറ്റി പറയുകയാണെങ്കിൽ സയൻസ് വിട്ടുകൊണ്ട് ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഈ കെമിസ്ട്രിയിൽ ഒരു നമുക്കറിയാം, നമുക്കും കെമിസ്ട്രി ഒന്ന് ചെയ്യണ്ടെങ്കിൽ, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടെങ്കിൽ വെണ്ടയ്ക്കയെല്ലാം അതേപോലെ മുറിച്ച്, വെണ്ടയ്ക്കയെല്ലാം ഉണ്ടായി ഒരു അതിൽ കൂടിച്ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറാവുന്നുള്ള ഒരു ശാസ്ത്ര തത്വം ഉണ്ട്. അത് ഉള്ളത് കൊണ്ട് മാത്രം, സയൻസ് ഉള്ളത് കൊണ്ട് മാത്രം സാമ്പാർ ഉണ്ടാവില്ല. സയൻസ് സാമ്പാറായി മാറില്ല. സയൻസുമായിട്ടുള്ള സാധനങ്ങളുണ്ടായാൽ സാമ്പാറായി മാറും. സാമ്പാറായിട്ട് മാറണമെങ്കിൽ അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് വേണം. അതുകൊണ്ടാണ് സയൻസ് ഉണ്ടായാലും നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു മാനേജ്മെൻറ്റ്, MBA എല്ലാം വേണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇതിനെയെല്ലാം ഏകോപിപ്പിക്കുവാൻ ഒരു ശക്തി വേണം. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കാൻ മാത്രമേ, ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രൊഡക്റ്റായി മാറുകയുള്ളൂ. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ വെണ്ടയ്ക്ക എടുക്കും. ആ സയൻസിൽ പറയുന്ന കാലത്ത്, സയൻസ് എന്ന് പറഞ്ഞാൽ പാചകമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതും അതിൻ്റെ അകത്തും നടക്കുന്നത് കെമിസ്ട്രി തന്നെയാണ്. അതുകൊണ്ടാണ് സയൻസ് എന്ന് പറയുന്നത്. പാചകമായിട്ട് എടുക്കാനും മതി. വെണ്ടയ്ക്ക കഴുകി അതിൻ്റെ അളവിൽ മുറിച്ച്, കിഴങ്ങുകളെല്ലാം മുറിച്ചിട്ടപ്പോൾ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം വേണം. ഈ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം ഇല്ലാതെ സാമ്പാർ ഉണ്ടാവില്ല. ഇലക്ട്രോണിക്സ് പഠിച്ചുകൊണ്ടൊന്നും അത് TVയും റേഡിയോയായി മാറില്ല. അത് മനുഷ്യനതിനകത്ത് ഇറങ്ങിത്തിരിച്ച് ഈ പഠിച്ചതിനെല്ലാം പ്രയോഗത്തിൽ വരുത്തി, മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചിട്ട് പ്രയോഗത്തിൽ വരുത്തിയാലേ അവിടെ ഏകോപിപ്പിക്കാനുള്ള ഒരു ശക്തി വേണം. അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ അതിനെ ഏകോപിപ്പിച്ചിട്ട് വേണ്ട തരത്തിൽ കൊടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥ രാസപ്രവർത്തനം നടക്കുന്നതല്ല ഇതിനകത്താണ്, അതിൻ്റെ അകത്താണ്, സാമ്പാറിൻ്റെ അകത്താണ്. അവിടെയും ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്, തന്മാത്രകളെ കൊണ്ട് കഴിച്ചാണ്. ഈ കൊടുത്തിരിക്കുന്ന വസ്തു വെണ്ടയ്ക്കയായാലും എല്ലാം തന്മാത്രകളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ആ തന്മാത്രകളെ പൊട്ടിച്ച് പുതിയ വസ്തുക്കളായിട്ട് ചേർത്തെടുത്തിട്ടാണ് പുതിയൊരു സാമ്പാർ ഉണ്ടാകുന്നത്. അപ്പം അതിനകത്ത് പായി കൊടുക്കുന്ന വസ്തുക്കളെയെല്ലാം വിഘടിച്ച് പലതരത്തിൽ കട്ട് ചെയ്ത് പലതരത്തിൽ യോജിപ്പിച്ചിട്ട് നടക്കുന്ന വലിയൊരു രാസപ്രവർത്തനം ഇതിനകത്ത് നടക്കുന്നുണ്ട്. അവിടെയും സയൻസിൻ്റെ അകത്തു നിന്നാണ് ആ പ്രേരക ശക്തി വരുന്നത്. ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ആ സയൻസിൽ നിന്നും ഒരു പ്രേരക ശക്തി വരുന്നുണ്ട്. ഈ പ്രേരക ശക്തിയാണ് അതിനെല്ലാം ഏകോപിപ്പിച്ചിട്ട് ചെയ്യുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമ്മളും സാമ്പാർ കഴിക്കുന്നേ ഉള്ളൂ. വയറ്റിൽ വെച്ചിട്ട് ഇതിനെല്ലാം വിഘടിപ്പിക്കുന്ന അവയവങ്ങൾ ഉണ്ടെങ്കിലും, അതിലൊരു സയൻസ് ഉണ്ടെങ്കിലും, അവിടെയും ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വേണം. മാനേജ്മെൻ്റ് ഇല്ലാതെ ഒരു ഫംഗ്ഷൻ നടക്കില്ല. അപ്പം സയൻസുണ്ട്, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കർമ്മങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ശക്തി വിശേഷം ഉണ്ട്.
ഈ ശക്തിവിശേഷത്തെയാണ് അപ്പം പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രപഞ്ചവും ഒരു സയൻസിൻ്റെ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അതിനാണ് വേദങ്ങൾ എന്ന് പറയുന്നത്, മോഡേൺ സയൻസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടെത്തിയത് ആറ്റങ്ങൾ കൂടിച്ചേർന്ന് തന്മാത്രകളാകും, തന്മാത്രകൾ കൂടിച്ചേർന്ന് വസ്തുക്കളാകും. അതെല്ലാം സയൻസാണ്. ആറ്റം കൂടിച്ചേർന്ന് ഇന്ന ആറ്റം കൂടിയാൽ വെള്ളം ഉണ്ടാകും, ഇന്ന ആറ്റങ്ങൾ കൂടിയാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകും, ഇന്ന ആറ്റങ്ങൾ കൂടിയാൽ പഞ്ചസാരയായി മാറും എന്നെല്ലാം സയൻസ് പറയുന്നുണ്ടെങ്കിലും അവിടെയും ഒരു മാനേജ്മെൻറ്റ് സയൻസിൽ നിന്ന് വരുന്ന ഒരു പ്രേരക ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് പഞ്ചസാരയായി മാറുകയുള്ളൂ. അവിടെ പ്രേരിപ്പിക്കുന്ന ചില അജ്ഞാത ശക്തികൾ സയൻസിൽ നിന്നും ആക്ട് ചെയ്യുന്നുണ്ട്. ആ പ്രേരക ശക്തികളെയാണ് വേദങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നത്. ആ പ്രേരക ശക്തികളെ വേദങ്ങൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ആ പ്രേരക ശക്തികൾക്ക് ഓരോ പേര് കൊടുത്തു. നമ്മുടെ എല്ലാ വസ്തുക്കൾക്കും പല പേര് കൊടുത്തു. ഈ പ്രേരക ശക്തികളെ പലതായി തിരിച്ചു. അപ്പം പ്രപഞ്ചത്തിൽ ആദ്യം എന്താണ് ഉണ്ടായത് എന്ന് നോക്കി, ആദ്യം ഉള്ള വസ്തു രൂപവും ഭാവവും ഒന്നുമില്ലാത്തതാണ്. അതിൽ നിന്നാണ് ഈ രൂപവും ഭാവവും ഉള്ള പ്രപഞ്ചം ഉണ്ടായത്. അപ്പം ആദ്യമുള്ള രൂപവും ഭാവവും ഒന്നുമില്ലാതെ ആ ശക്തിക്കാണ് ബ്രഹ്മം, അല്ലെങ്കിൽ നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത്. അതെന്താണ് എന്ന് ഋഷികൾക്കും മനസ്സിലായിട്ടില്ല. ആധുനിക സയൻസിനും അറിയാം എന്തോന്നുണ്ട്, അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നത്. പക്ഷെ എങ്ങനെയാണെന്ന് ഋഷികൾക്കും മനസ്സിലായിട്ടില്ല, ആധുനിക സയൻസിനും മനസ്സിലാക്കിയിട്ടില്ല. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതാണ് ദൈവം, അല്ല ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഈശ്വരൻ എന്ന് പറയാം. അപ്പം അതാണ് പ്രപഞ്ചമായി മാറിയത്. ഇത് പ്രപഞ്ചമായി മാറുമ്പോൾ അതിങ്ങനെ ആദ്യം പ്രപഞ്ചമായി മാറണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്, അതിനൊരു ലക്ഷ്യമുണ്ട്. ദർ ഈസ് ആൻ ഓബ്ജക്റ്റീവ്. ആ ഓബ്ജക്റ്റീവ്, ഒരു ലക്ഷ്യം എന്താണ്? ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. പടിപടിയായിട്ട് 4 യുഗങ്ങളിലൂടെ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അവസാനം സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കണം. അങ്ങനെ ഒരു ലോകം ഉണ്ടാക്കുമ്പോൾ ഒരു പ്ലാൻ അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്തൊരു വീട് ഉണ്ടാക്കണമെങ്കിലും നമ്മളൊരു പ്ലാനുണ്ട്. നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കുമ്പോഴും നമ്മളെ മനസ്സിലൊരു പ്ലാനുണ്ട്. ഇങ്ങനെയെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറാണ്. അതിനനുസരിച്ചാണ്. അതൊരു കടലാസിൽ എഴുതി വെക്കുകയൊന്നും വേണ്ട. സാമ്പാർ ഉണ്ടാക്കുന്ന വേറെ പുതിയൊരാൾക്കാണെങ്കിൽ നമ്മളിങ്ങനെ കുറിച്ചു കൊടുക്കും. പാചകക്രമം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മനസ്സിൽ തന്നെ. അത് അജ്ഞാതമായ ഒന്നാണ്. ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ഫങ്ഷൻ ചെയ്യുകയും ഇങ്ങനെയെല്ലാം പോകണം. വീടുണ്ടാക്കുമ്പോൾ പ്ലാനുണ്ട്, കമ്പ്യൂട്ടറിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആദ്യം ലോഡ് ചെയ്യണം, അതും ഒരു പ്ലാനാണ്. അതില്ലാതെ പ്രപഞ്ചവും സൃഷ്ടി നടക്കില്ല. പ്രപഞ്ചം നടക്കുമ്പോൾ ആ ആദ്യം ഉണ്ടായിരുന്ന ശക്തിക്ക് ഒരു സങ്കല്പം ഉണ്ടാകുന്ന ഒരു സൃഷ്ടി നടത്തണമെന്ന്. അപ്പോൾ അതൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പ്ലാൻ ഒരു പ്രേരക ശക്തിയാണ്. അതിൽ നിന്നാണ് ആ പ്രേരക ശക്തി വരുന്നത്. ആ പ്രേരക ശക്തിയാണ് നമുക്കറിയാം. ഒരു വീട്ടിൻ്റെ പ്ലാനിൻ്റെ പ്രേരക ശക്തിയാണ്. പിന്നെ അതിൽ വർക്ക് ചെയ്യുന്ന എൻജിനീയർ ആയാലും മേസ്ത്രി ആയാലും ആശാരിയായാലും എല്ലാവരെയെല്ലാം ഇന്ന ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്ന അതിൽ നിന്നും വരുന്ന ഒരു പ്രേരക ശക്തിയാണ്. ആ പ്രേരക ശക്തിയെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ പ്ലാനിൽ നിന്നും ഒരു പ്രേരക ശക്തിയാണ് പിന്നെ ആ പ്ലാൻ അനുസരിച്ച് എല്ലാം ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പം നിർഗുണമായ ആ ബ്രഹ്മത്തിൽ നിന്ന് ഒരു പ്രേരക ശക്തി വരുന്നു. ഏതിൽ നിന്ന്? ആ പ്ലാനിൽ നിന്ന്. പരമാത്മാവെന്ന പ്ലാനിൽ നിന്ന് ഒരു പ്രേരക ശക്തി വരുന്നു.
ആ പ്രേരക ശക്തി ആണ് ആദ്യത്തെ സൃഷ്ടി. അപ്പം പിന്നെ ഉണ്ടാകുന്ന വസ്തുക്കൾക്കെല്ലാം ദേവതകൾ എന്നാണ് പറയുന്നത്. കാരണം ഈ പ്രേരക ശക്തിക്ക് സ്വഭാവമുണ്ട്. വീടുണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു പ്രപഞ്ചം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് നിർഗുണമല്ല. അപ്പം ഈശ്വരൻ എന്ന് പറയുന്ന നിർഗുണമായ ബ്രഹ്മം അത് നിർഗുണമാണ്, അതിനൊരു താല്പര്യമില്ല. പക്ഷെ അതിൽ നിന്നും ഇനിയുണ്ടാകുന്ന സംഗതികൾക്കെല്ലാം ദേവതകൾ എന്ന് പറയും. അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അപ്പം എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ദേവതകളാണ്, അത് ഈശ്വരനല്ല. ഇതിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അതാണ് 33 കോടി ദേവതകളുണ്ട് എന്ന് പറയുന്നത്. ഈ ദേവതകളിൽ ആദ്യമുണ്ടായത് പ്രേരക ബലങ്ങളാണ്. ആ ബലങ്ങളെയാണ് 3ആയി തിരിച്ചിരിക്കുന്നത്. ബലത്തിനപ്പം 3 തരം കർമ്മങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് സൃഷ്ടിക്കുക, സൃഷ്ടിച്ചതിനെ കുറച്ചു കാലം നിലനിർത്തുക, ആവശ്യമുള്ള കാലത്തോടെ നിലനിർത്തുക, പിന്നെ കളയുക. ഈ ബലങ്ങളെ 3ആയി തിരിക്കാം. സൃഷ്ടിക്കുന്ന ബലം, സംരക്ഷിക്കുന്ന ബലം, നശിപ്പിക്കുന്ന ബലം. അതിനെയാണ് കഥയിൽ കഥാപാത്രമായിട്ട് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന പേരിൽ പറയുന്നത്. ഈ ബലങ്ങൾ 3 സ്വഭാവത്തിലാണ്. അതാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. ആ വിഷ്ണുവാണ് ഇത്. ഇപ്പം വിഷ്ണുവിനാണ് പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ശക്തിയെ ആണ് ഇവിടെ മഹാവിഷ്ണു എന്ന് പറയുന്നത്. അപ്പം അതാണ് തലവൻ, അതാണ് ശരിയായ ബലം. അതാണ് എല്ലാത്തിനെയും മേൽനോട്ടം വഹിക്കുന്നത്. ഒരു ബലമുണ്ട്, ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം നോക്കി നടക്കുന്ന ഒരു ശക്തി ബലം. ആ പ്ലാൻ അനുസരിച്ച് എല്ലാം നടക്കുന്നുണ്ട് എന്ന് പ്രേരിപ്പിക്കുന്ന ആ ബലത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. അങ്ങനെ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുമ്പോഴും അതിൻ്റെ അകത്ത് കയറിയിട്ട് അവയെ ഏകോപിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് ഇന്ദ്രൻ എന്ന ആ ബലത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഇപ്പം വിഷ്ണു ഒരാറ്റം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ, ആറ്റം ഉണ്ടാകുമ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഒരു പ്രത്യേക അളവിൽ കൂട്ടിച്ചേർത്ത് വെക്കണം. ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും കൂട്ടിയിട്ട് ന്യൂട്രോൺ ഉണ്ടാക്കിയിട്ട് നടുവിൽ വെച്ചിട്ട് അവിടെ പ്രോട്ടോണും വെച്ചിട്ട് അതിൻ്റെ ചുറ്റിലും കണക്കിൽ ഇലക്ട്രോണിനെ ചുറ്റിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയെല്ലാത്തിലൂടെയാണ് ആറ്റം ഉണ്ടാകുന്നത്. ആ പ്രവർത്തനത്തെ എല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം എന്തെല്ലാം കർമ്മങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ അതിൻ്റെ പിന്നിലെല്ലാം അവയെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. അതുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ കൂട്ടുകാരനായിട്ട് ഒന്നിച്ച് നടക്കുന്ന ഇന്ദ്രൻ. വിഷ്ണു എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഒരു വീട് വെക്കുന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻ ഉണ്ട്, പ്ലാൻ അനുസരിച്ചാണ് വീട് വെക്കുന്നത്. നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മളൊരു മേസ്ത്രീനെ പിടിച്ചിട്ടിട്ടാണ് എല്ലാം മേസ്ത്രിയാണ് ചെയ്യുക. അതുപോലെ വിഷ്ണു പ്ലാൻ അനുസരിച്ച് എല്ലാം ഉണ്ടാകാൻ അതനുസരിച്ചേ ഉണ്ടാകും. സ്വാധീനിക്കാനൊന്നും ഒരു ദേവത വിചാരിച്ചാൽ നമ്മളൊന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം വിഷ്ണു എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഇന്ദ്രനാണ് അവിടെ പോയിട്ട് സാധിപ്പിച്ചെടുക്കുന്നത്. അപ്പം അതൊരു ബലമാണ്. പിന്നെ ലോകത്തിൽ മനുഷ്യരെയെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ മനുഷ്യരിലൂടെയാണ് പുരോഗതി നടക്കുന്നത്. അപ്പം മനുഷ്യരെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ മനുഷ്യരിലൂടെയും തലവനായിട്ട് ഒരു രാജാവിനെ, ഒരു ഭരണാധികാരിയെ വെച്ചുകൊണ്ടാണ് മനുഷ്യർ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ അതാത് കാലങ്ങളിൽ ഓരോ രാജാക്കന്മാരെ സൃഷ്ടിക്കുകയും അതിലൂടെ ജനങ്ങളെയെല്ലാം നിയന്ത്രിച്ച് കർമ്മം നടത്തുന്ന ശക്തിവിശേഷത്തെയാണ് ഇവിടെ പൃഥ്വി എന്ന് പറയുന്നത്. അതും ഒരു അജ്ഞാത ബലമാണ്. ആ ബലമാണ് അതാത് കാലങ്ങളിൽ ഓരോ രാജാക്കന്മാരെ ജനിപ്പിക്കുകയും
അവരെ രാജ്യസ്ഥലത്ത് ഭരണാധികാരികളുടെ തലപ്പത്തെത്തിക്കുകയും അവരിലൂടെ ജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഭൂമിയെ കറന്നെടുത്തിട്ട് സുന്ദരമായ ഒരു ലോകം, വസുദേവ കുടുംബം ലോകത്തിൻ്റെ അവസാന കാലത്ത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിലും രാജാക്കന്മാരെ ഉണ്ടാക്കി അവരിലുള്ള കീഴിലുള്ള പ്രജകളെ കൊണ്ട് ഭൂമിയെ കറന്നെടുത്തിട്ടാണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം, ഈ പുരോഗതിയെല്ലാം ഉണ്ടാക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, രാജാക്കന്മാരെ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷമാണ് പൃഥ്വി എന്നത്. ഈ ഒരു അറിവോടുകൂടി വേണം നമ്മൾ ഇനി മുന്നോട്ടേക്ക് പോകാം. എന്നിട്ട് 2 പറയുകയാണ്, വിഷ്ണു പൃഥ്വി രാജാവിനോട് പറയുകയാണ്, അങ്ങയുടെ 100ാമത്തെ അശ്വമേധയാഗം ഈ ഇന്ദ്രൻ മുടക്കി. അദ്ദേഹത്തെയാണ് അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ്, കഷ്ടമായി പോയി. അങ്ങനെയൊക്കെ വലിയ ആഗ്രഹമുണ്ട് പൂർണ്ണമായിട്ടും കർമ്മം ചെയ്ത് തീർക്കാൻ. അപ്പോൾ രാജാവിന് ഒരു രാജ്യത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന രാജാവാണ്. പക്ഷേ രാജാക്കന്മാർക്ക് 100% കർമ്മമൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം 100 തികയുന്ന ഒരു സിസ്റ്റം ഇല്ല. ലോകം പുരോഗമിച്ചുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും രാജാക്കന്മാർക്ക് ചെയ്യുന്ന ആ കാലഘട്ടത്തിന് യോജിച്ച കർമ്മങ്ങൾ ചെയ്യുക എന്നല്ലാതെ ഒരു രാജാവ് വിചാരിച്ചാൽ എല്ലാം ലോകാവസാനം വരെയുള്ള കാര്യവും ഞാൻ ഇതാ അടിച്ചു നിന്ന് നടപ്പാക്കി കളയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പം രാജാവ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ചെയ്യുമ്പോൾ, പണ്ട് കാലത്തെ രാജാക്കന്മാരെല്ലാം കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കല്ലെല്ലാം വെച്ചിട്ട് യോജിപ്പിച്ചിട്ടായിരിക്കും. പക്ഷെ ഇന്നങ്ങനെയാണോ? ഇത് കോൺക്രീറ്റ് എല്ലായിട്ട് അതിലും ഉറപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ചെയ്യാൻ പറ്റുന്നത് രാജാവിന് ചെയ്യാൻ പറ്റുള്ളൂ. അയാൾക്ക് 100% ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ദ്രൻ 100 യാഗങ്ങൾ ചെയ്യാൻ, അശ്വമേധയാഗം ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. അത് കഷ്ടം തന്നെയാണ്. രാജാവിനെപ്പോഴും എൻ്റെ കാലഘട്ടത്തിൽ എല്ലാം പൂർണ്ണമായിട്ട് ചെയ്ത് തീർക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ ഓരോ രാജാവിനും ഓരോ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നത് അയാൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ് ചെയ്യാൻ. അടുത്ത കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? ആ രാജാവ് ചെയ്തതിനെ എല്ലാം പൊളിച്ചിട്ട് പുതിയൊരു സിസ്റ്റമാണ് ഉണ്ടാകുക. പണ്ട് രാജഭരണമായിരുന്നു. കാലം പുരോഗമിച്ച രാജഭരണം എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അതെല്ലാം തെറ്റെന്ന് പറഞ്ഞിട്ട് പിന്നെ പുതിയൊരു സിസ്റ്റം വന്നു, ജനാധിപത്യം. അങ്ങനെ പുരോഗമിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലുള്ള ഓരോ രാജാക്കന്മാരുണ്ടാക്കിയ സിസ്റ്റത്തിലെടുത്ത് ദൂരെ കളഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ 100% ശുദ്ധമായതൊന്നും ഒരു രാജാവിന് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ വിഷമം ഉണ്ടാകും, അതെല്ലാം നല്ലത് തന്നെ. പക്ഷേ അങ്ങനെ ഇന്ദ്രനും അത്രേ ചെയ്യാൻ പറ്റും. ആ കാലഘട്ടത്തിന് ചെയ്യാനുള്ളത് ഇന്ദ്ര സമ്മതിക്കൂ രാജാക്കന്മാർ. അപ്പം രാജാക്കന്മാർക്ക് ഒരു പരിധിയുണ്ട്. അവരുടെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് പോയി കൊടുക്കാം. അപ്പം ഇന്ദ്രൻ അതിന് മാത്രമേ ആ കർമ്മം മാത്രം, ഇന്ദ്രനാണല്ലോ എല്ലാത്തിലും ഇടപെട്ടിട്ട് പൂർത്തീകരിച്ചു കൊടുക്കുന്നത്. അപ്പം 100ാമത്തെ ഒന്നും പൂർത്തീകരിക്കാൻ ഇന്ദ്രൻ നിൽക്കില്ല. കാരണം ഇന്ദ്രൻ ഹെൽപ്ലെസ് ആണ്. അതുകൊണ്ട് രാജാവോട് പറയാണ്, അങ്ങേര് ഇന്ദ്രനോട് അങ്ങേർക്കൊരു അങ്ങേരോട് ക്ഷമിക്കുവാൻ അങ്ങേരോട് ക്ഷമിക്കേണ്ടതാണ്. കാരണം അത് അങ്ങേരുടെ കുറ്റവും അല്ല. അങ്ങേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളൊന്നും സാധിക്കാൻ ഇന്ദ്രന് പറ്റില്ല. പ്ലാനിൽ എന്താണോ ഇങ്ങനെ കൊണ്ട് ഈ രാജാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. എന്നിട്ട് 3 പറയുകയാണ്, വിവേകമുള്ള ബുദ്ധിശാലികളായ പുരുഷന്മാർ, ഈ ലോകത്തിലെ വിവേകികളായ മനുഷ്യരെ ഒരിക്കലും ദേഹികൾക്ക് ദ്രോഹം ഏൽപ്പിക്കില്ല. ഈ ശരീരത്തിന് ദ്രോഹം ഏൽപ്പിക്കില്ല. എന്തുകൊണ്ട്? ദേഹം ആത്മാവല്ല.
ഒരു വ്യക്തി എന്നത് അതിനുള്ളിലുള്ള ആത്മാവാണ്, അല്ല ഈ ശരീരമല്ല. വിവേകമുള്ളവർ ഈ ശരീരത്തെ ഇപ്പം എന്നെ അടിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ മുഴുവൻ മൂടി കത്തിയിട്ടാണ് നടക്കുന്നതെന്ന് വെച്ചോ, തലയെല്ലാം മൂടിയിട്ട് ഞാൻ ഈ ഉടുപ്പാണ് എന്ന് ധരിച്ചുകൊണ്ട് ആ ഉടുപ്പിനെ വലിച്ചു കീറിയോണ്ട് വല്ല കാര്യമുണ്ട്? എനിക്കതോ പറ്റുമോ? ഒന്നില്ല. അതുപോലെ വിവേകമുള്ളവർ ഇന്ദ്രൻ എന്ന ആത്മാവാണ്, ഇതിൻ്റെ പിന്നിലൊരു ആത്മാവുണ്ട്, അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മം തന്നെയാണ് എല്ലാമായിട്ട് പല രൂപത്തിലുള്ള ഒരു ഉടുപ്പ് ഇട്ടിട്ട് പല രൂപത്തിലുള്ള ഉടുപ്പ് മുഖംമൂടിയും വെച്ചിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല, കാരണം അതെല്ലാമാണ്, ഞാനും എല്ലാം അതാണ്. അതുകൊണ്ട് വിവേകികൾ ദേഹത്തെ ആരും ഉപദ്രവിക്കാറില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടെങ്കിൽ ഈ ശരീരം ഞാനല്ല എന്ന തത്വം, ഞാനെന്നത് ഈ ഉള്ളിലുള്ള ഒരു ശക്തിയാണ്, അത് തന്നെയാണ് ബ്രഹ്മവും. ഈ കാണുന്ന എല്ലാം ആത്മാവാണ്, ഈ കാണുന്നതല്ല അതാണ് എന്ന് ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന ഭാഗവത തത്വം മനസ്സിലാവുകയുള്ളൂ. ഞാനല്ല ഈ ശരീരം എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കും. ഞാൻ ഈ ഉള്ളിലുള്ള സംഗതിയാണെന്ന് മനസ്സിലാക്കും. ആത്മാവാണ്. ആത്മാവ് തന്നെയാണ് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിയിലും ഉള്ളത്. ഇത് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് മാത്രം ഭാഗവതം പറയുന്ന ഇതിലേക്ക് കടക്കാൻ പറ്റും. അതൊന്നും സംഭവ്യമല്ല. അപൂർവം ചിലർക്കേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കഥയും പിടിച്ച് രാജാക്കന്മാരുടെ ഏതോ ഒരു രൂപവും ധരിച്ചുകൊണ്ട് ഇന്ദ്രൻ ഇവിടെ നിൽക്കുന്നു, പൃഥ്വി ഇവിടെ നിൽക്കുന്നു, അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുന്നു. എന്നാലും ഇതെങ്ങനെ മനസ്സിലാക്കുന്നു? ആത്മാവിൻ്റെ കാര്യം ഈ പറയുന്ന എങ്ങനെ ഉൾക്കൊള്ളുന്നു? പാർത്ഥത്തിലേക്ക് അതിലേക്കാണ് നമ്മളെ ജ്ഞാനം കൊണ്ടുപോകുന്നത്. ഈ ശരീരമല്ല ഞാനെന്നത്. ഈ ശരീരമല്ല ഞാനെന്നത് എന്ന് വെച്ചാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഈ ശരീരത്തെ കൊണ്ട് ഇങ്ങനെ ഇന്നുള്ള കുറേ ആചാരങ്ങളുണ്ടല്ലോ, കിടത്തി കുളിപ്പിച്ച് കിടത്തിയിട്ട് പൗഡർ ഇട്ടിട്ട് പിന്നെ എല്ലാവരും കൂടി ഇത് എന്തെല്ലോ ചെയ്ത് തലക്കും കാക്കിലും എന്തെല്ലോ ഇത് കൊണ്ടേ ആടെ കൊണ്ടേ ഇട്ട് കുഴിച്ചിട്ട് മറ്റേത് തെങ്ങ് വെച്ച് മറ്റേത് ഈ ശരീരമാണോ ഞാൻ? അതങ്ങ് പോയില്ലേ. ഇനി ശരീരത്തിൽ ഇത് ചെയ്യാൻ പറഞ്ഞാൽ അജ്ഞാനികൾ. ഇതെല്ലാം ഈ മരിച്ചാൽ ഇതെല്ലാം ചെയ്യുന്നവർ അജ്ഞാനികളാണ്. അവർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാകാൻ പോകുന്നില്ല. അവർക്കുള്ളതല്ല ഭാഗവത. അവർക്കിങ്ങനെ കഥ മാതിരി ഏതെങ്കിലും അവിടെ കൂടി ഉള്ള ചില കഥകി എടുത്തിട്ട് പോയിക്കോളൂ. അതിൻ്റെ അപ്പുറമൊന്നും കിടക്കാൻ അവർക്ക് പറ്റില്ല. എന്നിട്ട് 4 പറയുകയാണ്, അങ്ങയെപ്പോലുള്ള രാജാക്കന്മാർ ഈശ്വരൻ്റെ മായയാല് മോഹിതരായി തീരുന്നുവെങ്കിൽ, അങ്ങനെപ്പോലുള്ള രാജാക്കന്മാർ രാജാക്കന്മാരെല്ലാം ഈശ്വരൻ്റെ മായയാൽ മോഹിതരായിരിക്കുകയാണ്. കാരണം എല്ലാ രാജാക്കന്മാരടക്കം ഈശ്വരൻ്റെ മായയിൽ മോഹിതരായിട്ടാണ് കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് നീണ്ടകാലത്തെ പാണ്ഡിത്യത്തിൻ്റെ ഉപാസനയിലൂടെ അങ്ങനെ വലിയ പണ്ഡിതനായിട്ടുള്ള ഉപാസനയെല്ലാം നടത്തിയിട്ടുണ്ട് ജീവിതകാലം മുഴുവൻ. അതെല്ലാം കേവലം എന്താണ് മാത്രമാണ്? കേവലം ആയാസം മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് പണ്ഡിതനാണെന്നെല്ലാം കുറേ അഹങ്കരിച്ചിട്ട് അതെല്ലാം ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതിലൊന്നും ഒരു കാര്യവുമില്ല, ഒരു പണ്ഡിതനുമല്ല ഈ യഥാർത്ഥ സത്യമൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഈ ശരീരമാണ് ഞാനെന്ന ചിന്തയിലേക്ക് അങ്ങ് മാറിപ്പോയിരിക്കുകയാണ്. അതിനാൽ അഞ്ജലി പറയുന്നു, ഈ ശരീരം ഈ മായയിൽ അകപ്പെട്ടിട്ടുണ്ടായി തോന്നുന്ന ഒരു സംഗതിയാണ്. ഈ ശരീരമാണ് ഞാൻ എന്ന ചിന്ത. അപ്പോൾ ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ശരീരത്തിൻ്റെ രൂപം, ഇതിലുള്ള കാമം, അതുമൂലമുണ്ടാകുന്ന കർമ്മങ്ങളെയൊന്നും തന്നെ ഇതെല്ലാം ഈ ശരീരമാകുന്ന മായയിൽ ബന്ധിതമായിരിക്കുന്നതായത് കൊണ്ട് ജ്ഞാനികളായവർ ഇവയെ ഒന്നും ഉള്ളിലുള്ള ആത്മാവുമായി ബന്ധിപ്പിക്കില്ല. ഇതെല്ലാം ഈ ശരീരത്തിൻ്റെ മായയിലകപ്പെട്ടതാണ്. ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയിട്ട് വേണം ഉള്ളിലുള്ള ഞാനെന്ന ആത്മാവിനെ
കാണുവാൻ. അതുകൊണ്ട് ഈ ശരീരത്തിൽ ഒരിക്കലും ആസക്തി ഉണ്ടാകരുത്. കാമം ഈ ശരീരത്തിൻ്റെ രൂപത്തിലും എല്ലാം അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളിലൊന്നും ഒരിക്കലും ആസക്തി വെച്ച് പോകരുത്. കാരണം ഞാൻ ഈ മായയാൽ അധിഷ്ഠിതമായ ശരീരമല്ല, എന്നിലുള്ള ആത്മാവാണ് ഞാൻ. അങ്ങനെ പറയുകയാണ്. അങ്ങനെ ഈ ശരീരത്തിൽ ആസക്തനല്ലാത്ത ഒരു വ്യക്തി ഒരിക്കലും തൻ്റെ മക്കളിലോ സമ്പത്തിലോ ഒന്നും ആസക്തി വെച്ച് പുലർത്തില്ല, താല്പര്യം വെച്ച് പുലർത്തില്ല. അപ്പോൾ ഞാൻ ഈ ആത്മാവാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തെ പോലും ഞാനല്ല, അതെല്ലാം വെറും മായയാണ് എന്ന് കളയുന്നവർ മറ്റേ ശരീരം, അതായത് എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത്, ഇതിലൊന്നും ആസക്തി ഉണ്ടാവില്ല. അവർക്കെങ്ങനെ ആസക്തി ഉണ്ടാവുക? എൻ്റെ ശരീരത്തെ പോലും എനിക്ക് വിശ്വാസമില്ല, ഇതെല്ലാം വെറും മായയാൽ കെട്ടിപ്പടുത്തിയാണ്. ഞാനെന്നത് നിർഗുണമായ ഉള്ളിലുള്ള ആത്മാവാണ്. ആത്മാവിന് ഗുണമുണ്ട്, കാരണം അതാണ് ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്. എങ്കിലും യഥാർത്ഥമായ ആത്മാവ് ആ ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ്. ഈ ആക്ടിവിറ്റിയെല്ലാം നിന്ന് കഴിഞ്ഞാൽ ഞാൻ നിർഗുണാവസ്ഥയിലേക്ക് എത്തുന്നത്. അല്ലാതെ അപ്പോൾ ഇതെല്ലാം ഈ ആത്മാവാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ആത്മാവിനെ കണ്ടു കഴിഞ്ഞാൽ ശരീരത്തെ മറക്കണം. ശരീരത്തെ മറന്നു കഴിഞ്ഞാൽ മറ്റേ ശരീരത്തെയും മക്കളെയും ബാക്കിയുള്ള കാണുന്ന എല്ലാ ഭൗതിക വസ്തുക്കളെയും എല്ലാം അതിലൊന്നും ആസക്തി ഉണ്ടാകില്ല. എന്നിട്ട് ഏഴിൽ പറയുകയാണ്, ഈ ആത്മാവ് എന്ന് നിർവികാരമായിട്ട് എല്ലാ ശരീരങ്ങളിലും ഒന്നായിട്ട് നിൽക്കുകയാണ്. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിർവികാരനായിട്ട് ഒരു വികാരവും അതിനില്ല. അത് ഒരൊറ്റ എന്ന നിലയിലാണത് സ്ഥിതി ചെയ്യുന്നത്. ഇത് തന്നെയാണ് എല്ലാറ്റിലും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിന് വിചാരങ്ങളില്ല. അത് എല്ലാ ശരീരത്തിലും സ്ഥിതി ചെയ്യുകയാണ്. ഒരൊറ്റ അവസ്ഥയിലാണ് എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നത്, എല്ലാ ഭൗതിക വസ്തുക്കളിലും. അത് ശുദ്ധവുമാണ്, എപ്പോഴും അത് ശുദ്ധമാണ്. അത് പ്രകാശരൂപമാണ്. പ്രകാശരൂപം അതൊരു ഊർജമാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു പ്രേരക ശക്തിയാണ്. ഒരു പ്രകാശരൂപത്തിൽ, പ്രകാശം എന്ന് പറഞ്ഞാൽ ഊർജം, ഒരു പ്രകാശരൂപത്തിലുള്ള ഒരു ഊർജരൂപത്തിലുള്ള ഒരു ശക്തി വിശേഷമാണ്. അതിന് പ്രകാശമുണ്ട്, അതിന് മറ്റുള്ളവരെയെല്ലാം ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അതിന് വിചാരങ്ങളൊന്നുമില്ല. പക്ഷെ അത് ചലിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിനനുസരിച്ചാണ് ലോകം ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ശരീരത്തെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. അതിന് ഗുണങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു ഇല്ലെങ്കിലും ഈ ശരീരത്തിനുള്ള എല്ലാ ഗുണങ്ങളും അതിനെയാണ് ആശ്രയിക്കുന്നത്. അതിനൊരു ഗുണമില്ലെങ്കിലും അതിനെ ആശ്രയിച്ചാണ് ഈ ശരീരത്തിൻ്റെ ഗുണങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഈ ശരീരം എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുണ്ടോ അതെല്ലാം അതിനെ ആശ്രയിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ അതിനെന്തില്ല, ഒരു ഗുണവും ഇല്ല. ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ അതിനേതായ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അല്ലാതെ അവർക്ക് കഥയും പറഞ്ഞിട്ട് ഇന്ദ്രനൊരാളാടിയിരിക്കുന്നു, പൃഥ്വി എന്ന രാജാവ് ഇങ്ങനെ എല്ലാം ഇരിക്കുന്നു, തോതി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, വിഷ്ണു അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഉപദേശിക്കുന്നു. അപ്പോൾ ഒരു കഥാപാത്രത്തിലാകുമ്പോൾ ചിന്തിച്ചാൽ പോവാം. രണ്ടുപേരാടി ഉണ്ടല്ലോ, പിന്നെ എന്താ പറയുന്നതിനെല്ലാം മനസ്സിലാക്കി അത്തരത്തിൽ വരുന്നത്. അല്ലാതെ ഇവിടെ ഒരു രൂപവുമില്ല. ഈ രൂപങ്ങളുടെ പ്രത്യേകതകളാണ് വിവരിച്ചു കൊടുക്കുന്നത്. ആ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടെങ്കിൽ കുറച്ച് പ്രയാസം തന്നെയാണ്. പിന്നെ പറ്റുന്നവരെ മനസ്സിലാക്കാൻ സ്വയം ശ്രമിക്കുക, സ്വയം ഉൾക്കൊണ്ടേ പറ്റൂ. ഈ ആത്മാവിനാകട്ടെ ഒരാവരണവും ഇല്ല. അതിന് ഒരാവരണം എന്ന് പറഞ്ഞാൽ ആവരണം ഏതാണ്? ഈ ശരീരമായിട്ടാണ് പുറത്തൊരാവരണമായിട്ടുണ്ടെങ്കിൽ അത് ആത്മാവിൻ്റെ ആവരണമല്ല. അതിനൊരാവരണമില്ല. അതൊരു പ്രകാശരൂപത്തിൽ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അത് സർവത്രയുണ്ട്. പിന്നെയോ അത് നിർവികാരനാണെങ്കിലും എല്ലാത്തിനും സാക്ഷി എന്ന നിലയിലാണ്. സാക്ഷി എന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന മാതിരി. അപ്പം അതങ്ങനെ
കണ്ടുകൊണ്ടിരിക്കുന്ന മാതിരി അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം നമ്മളെ കോടതിയിൽ ഒരു ബുക്ക് ഉണ്ടെന്ന് വെച്ചാൽ, കോടതിയുടെ ഷെൽഫിൽ കോടതി നിയമങ്ങൾ എങ്ങനെ നടക്കണം എന്നുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും, പക്ഷേ ആ പുസ്തകത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുമാതിരിയാണ് ആ കോടതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ജഡ്ജി തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പക്ഷേ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പുസ്തകത്തിലുണ്ട്, അതൊന്നും ചെയ്യുന്നില്ല. അതങ്ങനെ അൽമാരയിൽ കിടക്കുകയാണ്. അതൊന്നും ആരോടും ഒന്നും പറയുന്നില്ല. പക്ഷേ ജഡ്ജിമാരെല്ലാം അതിനനുസരിച്ച്, വക്കീലന്മാർക്കും എല്ലാവരും അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുക, എല്ലാ ശക്തിയായും. ഇതേപോലെ ആത്മാവും അകത്തങ്ങനെ ഒന്നുമില്ലാതെ സാക്ഷി കണക്കെ നിൽക്കുകയാണ്. പക്ഷേ അതിന് ഈ പുറത്തുള്ളതെല്ലാം അതിനെ ആശ്രയിച്ചാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെ പോകണമെന്ന്, അതിനനുസരിച്ചാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഈ ആത്മാവ് എന്ന് പറയുന്നത് ഒരു പ്ലാനിന്, ഒരു വീട്ടിലത്തെ പ്ലാന് മാതിരി, ഒരു ബഡ്ജറ്റ് മാതിരി, ഒരു നിയമപുസ്തകം മാതിരി. ആ പുസ്തകം അവിടെ ഉണ്ടാകണമെന്നുമില്ല, ഷെൽഫിൽ ആ നിയമപുസ്തകം ഉണ്ടാകണമെന്നുമില്ല. അത് അങ്ങനെ അജ്ഞാതമായി നിൽക്കുന്നുണ്ട്. അത് പഠിച്ചിട്ട് തന്നെയാണ് ജഡ്ജിമാരും വക്കീലന്മാരും എല്ലാം പ്രയോഗിക്കുന്നത്. അത് മനസ്സെന്ന് അങ്ങനെ വന്നോളൂ, ഇവിടെ നിന്നാണ്, അതെവിടെയും വേണ്ട, എല്ലായിടത്തും ഉണ്ടത്. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ ഈ ആത്മാവിനെ കാണണം. അതുകൊണ്ട് ആത്മാവിൽ നിന്നും ഉത്ഭവിച്ച ഈ ശരീരമാണെങ്കിലും ആ ശരീരത്തിൽ നിന്നും അതീതനായിട്ടാണ് അത് നിലനിൽക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് ഈ ശരീരമെല്ലാം രൂപപ്പെട്ട് വന്നതെങ്കിലും അത് ഈ ശരീരത്തിൽ നിന്നും വേർപെട്ടാണ് നിൽക്കുന്നത്. ഒരു നിയമപുസ്തകമുണ്ടെങ്കിൽ നിയമപുസ്തകത്തിലെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കോടതികളെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതെങ്കിലും അതും ഈ പുസ്തകമായിട്ട് ഒരു ബന്ധവുമില്ല. പുസ്തകം ചിലപ്പോൾ എടുത്ത് വേറെ അടുത്തൊക്കെ മാറ്റിക്കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യാം. അത് ഉണ്ടാണെന്നുമില്ല അവിടെ, എന്നാലും കാര്യങ്ങൾ നടന്നുള്ളൂ. അതുപോലെയാണിത്. വെട്ടിൽ പറയുകയാണ്, അങ്ങനെ യാതൊരാൾ ഇങ്ങനെയുള്ള ആത്മാവ് ഉള്ളിലുണ്ട്, അതാണ് ഞാൻ എന്ന് ചിന്തിച്ചുകൊണ്ട്, ഈ ശരീരമല്ല, ഞാൻ എന്നത് ഇതിൻ്റെ അകത്തുള്ള ഒരു ആത്മാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതിയിൽ നിന്നും ഉണ്ടായ ഈ ശരീരത്തിലാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇതിൽ ഒരു ഞാനെന്നത് ഒരാത്മാവാണ്, അത് ഈ പ്രകൃതിയുടെ ദാനമായ പ്രകൃതിയിൽ നിന്നുണ്ടായ ഈ ശരീരത്തിലാണ് അത് ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രകൃതിയുടെ സംഭാവനയായ ഈ ശരീരത്തിൻ്റെ വിചാരങ്ങളിലൊന്നും അകപ്പെടാതെ അത് സ്വതന്ത്രമായിട്ട് നിൽക്കും. അപ്പം ശരീരം എന്തെല്ലാം ശരീരത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ കാമം ക്രോധം എല്ലാം ഉണ്ടാകുന്നത്. അതിൽ നിന്നെല്ലാം മുക്തമായിക്കൊണ്ട് ഞാൻ ആ നിർഗുണമായ അവസ്ഥയിലാണ് ഞാനെന്ന് ചിന്തിച്ചുകൊണ്ട് അത് ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യണം. ഒരു സാക്ഷി കണക്കെ സ്ഥിതി ചെയ്യും, അത് തിരിച്ചറിയുന്നവർ. ഇപ്പം ശരീരത്തെ പറ്റി ചിന്തിക്കില്ല അവർ. ആത്മാവ് ഞാൻ ഒരു ശക്തി വിചാരമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മം ചെയ്തു. അതുകൊണ്ട് ഈ പ്രകൃതിയുടെ സംഭാവനയായ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യങ്ങളും അവനെ ബാധിക്കുകയില്ല. എന്നിട്ട് പറയാണ്, അങ്ങനെ ഏതൊരാൾ, രാജാവോട് പറയാണ്, അങ്ങ് നിർവികാരനായി ഇതിലൊന്നും ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും മോഹമില്ലാതെ സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നുവോ. അപ്പം നമ്മൾ ഈ ശരീരത്തെ പറ്റി മറന്നുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണം. എനിക്ക് എന്ന ചിന്ത മറന്നുകൊണ്ട് ഞാനൊരു ശക്തി വിശേഷമാണ്, അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശക്തി വിശേഷമാണ്, അതിൻ്റെ കർമ്മം ചെയ്യുക എന്നതിൽ അതിനു വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക, ആ കർമ്മത്തെ, ആ ശക്തിയെ ആരായിട്ട് ചിന്തിക്കണം? ഈ പറയുന്ന വിഷ്ണുവായിട്ട് ചിന്തിക്കണം. അപ്പം നിഷ്കാമ കർമ്മം ചെയ്യുക, ഒരു കാമവും ഇല്ലാതെ, ഒരു ആഗ്രഹവും ഇല്ലാതെ
കർമ്മം ചെയ്യുക. ആർക്ക് വേണ്ടിയിട്ട്? ആ ഞാനാകുന്ന ആ വിഷ്ണുവിന് വേണ്ടി. ആ വിഷ്ണുവിനായിക്കൊണ്ട് എൻ്റെ കർമ്മങ്ങളെ, നിഷ്കാമ കർമ്മങ്ങൾ ഞാൻ ചെയ്തുകൊണ്ട് ആ ശക്തിയെ ഭജിക്കുന്നു. അതായത് എന്നെ ഭജിക്കുന്നു. ആരാ? എന്നെ, ഈ വിഷ്ണുവിനെ ഭജിക്കുന്നുവോ? കാരണം വിഷ്ണുവാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി മുതൽ ലോകാവസാനത്തിൽ ഒരു നല്ല സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാക്കുമല്ലോ. അതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പങ്കെടുക്കാനാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ കർമ്മം ഞാനിതാ ചെയ്തു കൊടുക്കുന്നു എന്ന് വിഷ്ണുവിനായിട്ട് ചെയ്തു കൊടുക്കുന്നു എന്ന നിലയിൽ ചെയ്തു കൊടുക്കുമ്പോൾ ക്രമേണ എന്തായിത്തീരും? നിന്റെ മനസ്സ് എൻ്റെ മനസ്സുമായിട്ട് ചേർന്ന് വരും. അതോടെ നിന്റെ മനസ്സ് എന്തായിത്തീരും? നിർമ്മലമാകും. എന്നെപ്പോലെ നിന്റെ മനസ്സും നിർമ്മലമാകുമെന്ന് പറഞ്ഞാൽ പിന്നെ വിചാരങ്ങൾ, ദേഷ്യം, കോപമൊന്നും ഉണ്ടാവില്ല. ചുരുക്കത്തിൽ നമ്മളെ സൃഷ്ടിച്ച ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. അതാണ് ആ ശക്തി, വിഷ്ണു എന്ന ശക്തി. ഒരു ലോകത്തിൽ പുതിയൊരു ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സൃഷ്ടിക്കുന്നു, രാജാവിനെ സൃഷ്ടിക്കുന്നു, രാജാവിലൂടെ കർമ്മം ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ രാജാവിന് കർമ്മം ചെയ്തങ്ങ് കൊടുത്തേക്കുന്നു. കൊടുത്തിട്ട് പിന്നെ മറ്റേനെ പറ്റി, ബാക്കിയുള്ളതിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. കർമ്മം ചെയ്ത് കൊടുത്ത് ആ നിലയിൽ എല്ലാം ആ ശക്തിക്ക് വേണ്ടിയാണ് എന്ന നിലയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് നിർമ്മലമായിട്ട് തീരും. എന്നിട്ട് 10 പറയുകയാണ്, അങ്ങനെ നിർമ്മല മനസ്സായി തീരുമ്പോൾ എന്താണ് സംഭവിക്കുക? അവർ എല്ലാം പരിത്യജിക്കുന്നു. എല്ലാ ഗുണങ്ങളെയും, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഗുണങ്ങളെയും പരിത്യജിച്ചുകൊണ്ട്. അപ്പോഴാണ് നിർമ്മലമാകുന്നത്. നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട ഞാൻ, എനിക്ക് ശക്തിയുണ്ട്, മറ്റേട്ട്, ഇങ്ങനെ കുറേ ഗുണങ്ങളെ പറ്റി ചിന്തിക്കുമല്ലോ. ആ ഗുണങ്ങളെ എല്ലാം പരിത്യജിച്ചിട്ട് നിർമ്മലനായി തീരുമ്പോൾ ശരിയായ ആത്മജ്ഞാനം നേടുന്നു. അപ്പോഴാണ് അവന് ശരിയായ ആത്മാവ്, ആ പ്രപഞ്ചം, എല്ലാം ആ ശക്തിവിശേഷമാണ് പ്രപഞ്ചമായി മാറിയത്. എല്ലാം ആ ശക്തിവിശേഷത്തിൻ്റെ ലീലയാണ്. ആ ബ്രഹ്മജ്ഞാനം ആകെ ഒന്നേയുള്ള ആ ബ്രഹ്മമാണ് ഇങ്ങനെ പലതായി തീർന്നിട്ട് എല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്ന ആ ബ്രഹ്മതത്വത്തിലേക്ക് എത്തിച്ചേരും. ആ അവസ്ഥയിലേക്ക്, ബ്രഹ്മസ്വരൂപമായ ആ അവസ്ഥയിലേക്ക്, ആ കൈവല്യാവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരും. അതായത് ബ്രഹ്മത്തിന് സമാനമായി മാറും. ബ്രഹ്മത്തിനൊരു ഗുണവും. അത് പക്ഷേ ഒരു പ്രപഞ്ചം ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് പ്രപഞ്ചം ഉണ്ടാകുന്നുണ്ട്, ഇല്ലാതാകുന്നുണ്ട്, പിന്നെയും ഉണ്ടാകുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അതേയുള്ള ആ ബ്രഹ്മത്തിൻ്റെ അവസ്ഥയിലേക്ക് രാജാവും മാറിത്തീരണം. എന്നിട്ട് 11 പറയുകയാണ്, നിർവികാരനാണ് ഈ ആത്മാവ്, നിഷ്ക്രിയനുമാണ്. ഈ ആത്മാവിന് ഒരു നിഷ്ക്രിയനാണ്, അതൊന്നും ചെയ്യുന്നില്ല. അതിന് ഒരു വിചാരങ്ങളും ഒന്നുമില്ല. അങ്ങനെയുള്ളിരിക്കുന്ന ആത്മാവിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ പഞ്ചഭൂതങ്ങളെയും, നമ്മുടെ ഇന്ദ്രിയങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ശരീരം, നമ്മുടെ ജ്ഞാനം, നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ, ഇങ്ങനെ ഈ ഭൗതികമായ എല്ലാ ലോകങ്ങളും എല്ലാ ഗുണങ്ങളുമെല്ലാം അതിനെ ആശ്രയിച്ച് കഴിയുകയാണ്. അതിനിതിലൊന്നും താല്പര്യമില്ല, അതിനെ ആശ്രയിച്ച് കഴിയുകയാണ്. ആ തത്വം മനസ്സിലാക്കുന്നവൻ പരമമംഗളമായ അവസ്ഥയെ പ്രാപിക്കുന്നു. അതായത് ഒരു നിർഗുണമായൊരു ബ്രഹ്മമുണ്ട്, അതിന് ഒന്നിലും താല്പര്യമില്ല. അതാണ് യഥാർത്ഥ ഈശ്വരൻ. അതിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു സൃഷ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതുപോലെ? നമ്മുടെ നിയമപുസ്തകം പോലെ. നിയമപുസ്തകത്തിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. പക്ഷേ പുസ്തകത്തോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടോ അതിനെ കയറിയിൽ പൂജിച്ചിട്ടോ വലുതെങ്കിലും കാര്യമുണ്ടോ? അതിനൊരു ഗുണവുമില്ല. അങ്ങനെ ഒരു കടലാസിൽ കുറേ എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ചാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. കാര്യമെല്ലാം ശരിയല്ല, അതിനനുസരിച്ചാണ് ഈ കോടതിയിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ഭയങ്കര എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷെ അതിൽ എഴുതി വെച്ചിട്ട് പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ അതിലെന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അത്രയും. അതിനെന്തെങ്കിലും ഇതിൽ താല്പര്യമുണ്ടോ? ആദ്യം ഇതൊന്നും തിരിഞ്ഞു നോക്കൊന്നുമില്ല. അതേപോലെയാണ് ഈശ്വരൻ എന്ന ബ്രഹ്മം.
നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതല്ല, അത് തീരുമാനിച്ച മാതിരി ഇവിടെ എന്തെല്ലോ നടന്നു പോകുന്നുണ്ട്. നമ്മൾ അതിൽ കിടന്ന് ഉളഞ്ഞ് എല്ലാം കാട്ടിക്കൂട്ടുന്നുണ്ട്, ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിൽ എഴുതി വെച്ച മാതിരി തന്നെ ഇവിടെ എല്ലാം നടക്കുന്നു. അതിൽ നിന്ന് മാറാനൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ നമ്മൾ ഈ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം അത് ഒന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. കോടതിയിൽ നടക്കുന്ന തീരുമാനങ്ങൾ ഒന്നും ആ പുസ്തകത്തിന് ഒരു താല്പര്യമില്ല. അതേപോലെ വേണം, ബ്രഹ്മമാണ് ഈശ്വരൻ. ആ ഈശ്വരൻ ഈ ഇവിടെ നടക്കുന്ന ഒന്നിലും ഒരു താല്പര്യം. പക്ഷെ അവിടെ എന്താണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളെല്ലാം ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് കരണീയമായിട്ട് എന്തേ ഉള്ളൂ, അവിടെ തീരുമാനിച്ചനുസരിച്ച് നമ്മൾ ജനിച്ചിട്ടുണ്ട്, നമ്മളെ കർമ്മങ്ങൾ ചെയ്തിട്ട് രാജാവായാലും രാജാവ് ചെയ്തിട്ട് പോയിക്കൊള്ളുക. ബാക്കിയുള്ളതിനൊന്നും പറ്റില്ല. ഇതെല്ലാം അവിടെ തീരുമാനിച്ച വഴിയാണ് പോകുന്നത്. നമുക്ക് ലിമിറ്റേഷൻ, നമുക്കൊന്നും പ്രത്യേകിച്ച് ഒരു അധികാരമില്ല. അത് തീരുമാനിച്ചവരെ നമ്മൾ ചെയ്യാൻ ഒരു നിമിത്തമായിട്ട് മാറിയിരിക്കുക. അങ്ങനെ മനസ്സിലാക്കി കർമ്മം ചെയ്യുന്നവന് നല്ല മംഗളം ഭവിക്കും. അതായത് നമ്മൾ ജനിച്ചു, ചെയ്യേണ്ട കാര്യമെല്ലാം ചെയ്തു കൊടുത്തേക്കും. കിട്ടിയാൽ നടന്നാലും വേണ്ടിയില്ല, നടന്നിട്ടില്ലെങ്കിൽ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നവരെ അങ്ങ് ചെയ്തു കൊടുത്തേക്കാം. അതിനെപ്പറ്റി ഫലത്തെപ്പറ്റി ചിന്തിക്കൊന്നും വേണ്ട. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ജീവിതത്തിന് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇതെല്ലാം ഓൾറെഡി ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്താ പ്രശ്നമുള്ളത്? ഇന്ന സമയം ഞാൻ ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു. നമ്മളൊരു നാടകത്തിൽ അഭിനയിക്കുന്നതായിട്ട് കാണുക. അപ്പോൾ എല്ലാം മംഗളം വന്നു. 12 പറയുകയാണ്, ആത്മാവിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നതാണ് ഈ ശരീരം. ഈ ശരീരം എന്തിനെ കൊണ്ടുണ്ടാക്കിയതാണ്? പഞ്ചഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും അന്ധകരണങ്ങളെ കൊണ്ടെല്ലാം ചേർന്ന് ഒരു രൂപം ധരിച്ചിരിക്കുന്നതാണ് ഈ ശരീരം. ഇതിലാണ് ഈ സംസ്കൃതിയെല്ലാം ഉണ്ടാകുന്നത്. നമ്മൾ ഈ പറയുന്ന വിചാരങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ ശരീരത്തിൽ നിന്നാണ്. പക്ഷേ അത് ആത്മാവിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ ആത്മാവിൽ നിന്നും വ്യത്യസ്തമായ ഇന്ദ്രിയങ്ങളെല്ലാം കൂടിയ പഞ്ചഭൂതങ്ങളെ കൊണ്ടെല്ലാം ഉണ്ടാക്കിയ ഈ ശരീരത്തിലാണ് ഈ സംസ്കൃതിയും നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അത് ആത്മാവിൽ നിന്നും വ്യത്യസ്തമായി കണ്ടുകൊണ്ട് എന്നിൽ പ്രേമമായി, ആ ആത്മാവിൽ അല്ലെങ്കിൽ ആ വിഷ്ണുവിൽ, ആ ശക്തി വിശേഷത്തിൽ പ്രേമമർപ്പിക്കുന്നവന്, അതിൽ മാത്രം മനസ്സിനെ കേന്ദ്രീകരിക്കുന്നവന്, ആത്മാവിൽ കേന്ദ്രീകരിക്കുന്നവന് ഈ പ്രകൃതിയെ മറ്റേ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല. സുഖവും അനുഭവിക്കേണ്ടി വരില്ല, ദുഃഖമൊന്നും തോന്നില്ല. അതിലാശ്രയിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് 13 പറയുന്നു, വീരനായ രാജാവേ. അപ്പം രാജാക്കന്മാർക്കുള്ള ഉപദേശമാണ്. എങ്ങനെയായിരിക്കണം രാജാക്കന്മാരെ? 3 വിധം ജനങ്ങൾ: ഉത്തമൻ, മധ്യമൻ, അധമൻ. ഒരു സമൂഹത്തിൽ ഉത്തമനെന്നോ മധ്യമനെന്നോ അധമനെന്നോ ഒന്നും ചിന്തിക്കാതെ എല്ലാത്തിലും സമഭാവന, എല്ലാം ബ്രഹ്മമാണ് പല രൂപത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തമൻ, മറ്റേ ഭയങ്കര ഉന്നതയാണ്, ഇവ മധ്യമൻ, മറ്റേ നീചം, അല്ലേ ഇവ വല്ല പണക്കാരൻ, VIP, മറ്റേത് മധ്യമൻ, മറ്റേത് പാവപ്പിച്ചക്കാരൻ. ഇതിലെല്ലാം സമഭാവന വെച്ചുകൊണ്ട് സുഖദുഃഖങ്ങളിൽ സമചിത്തനായിക്കൊണ്ട് ഇന്ദ്രിയങ്ങളെയും അന്ധകരണങ്ങളെയും എല്ലാം കീഴടക്കിയിട്ട്, അപ്പം രാജാവിനുള്ള ഉപദേശമാണ് എല്ലാറ്റിനും സമനായി കാണുക, സമമായി കാണുക. ഉത്തമനോ അധമനോ മധ്യമനോ ഒന്നുമില്ല. സുഖദുഃഖങ്ങളെയെല്ലാം സമചിത്തമായ ചിത്തതയോടുകൂടി എല്ലാ ഇന്ദ്രിയങ്ങളെയും അന്ധകരണങ്ങളെയും എല്ലാം കീഴടക്കിക്കൊണ്ട്, ആ ശക്തി വിശേഷമാണ് എനിക്ക് ഈ പരിവാരങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് എന്ന നിലയിൽ എന്തു വേണം? സർവലോക പരിപാലനത്തെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. രാജാവിൻ്റെ ധർമ്മം എന്താണ്? ആ ശക്തി ഇതിലൂടെ ലോകഭൂമിയെ കറന്നെടുക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഭൂമിയെ പുഷ്ടിപ്പെടുത്തി പുരോഗതിയിലേക്ക് നയിച്ച ലോകാവസാനത്തിൽ വസുദേവ ഗുണം സുന്ദരമായ ലോകം ഉണ്ടാക്കിയെടുക്കുന്നതിൽ പ്രവർത്തിക്കാനാണ് ഓരോ കാലഘട്ടത്തിലെ രാജാക്കന്മാർ ഉണ്ടാകുന്നത്. അവർ ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട്
അവിടെയുള്ള ജനങ്ങളെയെല്ലാം ഒരേ കണ്ടുകൊണ്ട് സുഖദുഃഖങ്ങളിലൊന്നും താല്പര്യങ്ങളില്ലാതെ തൻ്റെ ഇന്ദ്രിയ സുഖങ്ങളെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ആ ശക്തിയാണ് എനിക്ക് ഈ സ്ഥാനങ്ങളും പരിവാരങ്ങളും എല്ലാം നൽകിയിരിക്കുന്നത് എന്ന ചിന്തയോടുകൂടി ലോകത്തെ പരിപാലിക്കുവാൻ വേണ്ടി വിഷ്ണു പറയുന്നു. 14 പറയുകയാണ്, രാജാവിൻ്റെ ധർമ്മം എന്നാൽ രാജാവ് ജനങ്ങളുടെ ക്ഷേമമാണ് ശ്രേയസ്കരമായിട്ട് ചിന്തിക്കണം. രാജാവിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ക്ഷേമമാണ്. അതാണ് അദ്ദേഹത്തിന് ശ്രേയസ് നൽകുന്നത്. ജനങ്ങളെയെല്ലാം പരിപാലിക്കുക, ഏതെങ്കിലും ഒരു വിഭാഗത്തെയല്ല, എല്ലാവരെയും പരിപാലിക്കുക. കാരണം അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ സുഹൃതത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് അദ്ദേഹത്തിന് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ജനങ്ങൾക്ക് കിട്ടുന്ന സുഹൃതത്തിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹത്തെ 1/6 ഭാഗമാണ് അങ്ങേർക്ക് കിട്ടുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് സുഹൃതമുണ്ടെങ്കിലേ രാജാവിനും ശ്രേയസ് ലഭിക്കുകയുള്ളൂ. അല്ലാതെ ജനങ്ങളിൽ നിന്നും കരം ഈടാക്കിക്കൊണ്ട്, ജനങ്ങളെ ടാക്സ് കെട്ടിക്കൊണ്ട്, നികുതി കുരിപ്പിച്ചിരിച്ചുകൊണ്ട് ഭരിക്കുന്നവര് പാപികളായിത്തീരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ഇന്നത്തെ ഭരണാധികാരികൾക്ക്, രാജാക്കന്മാർക്കെല്ലാം ജനത്തിനെ പിഴിയുക, ടാക്സ് അടിച്ചു കൊടുക്കുക, കരം. ഇപ്പം തന്നെ കണ്ടില്ലേ ലോകത്തിൽ എന്താണ്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കെല്ലാം താരീഫ് ചുമത്തി. ഈ താരീഫ് ആർക്കാണ് ചുമത്തുന്നത്? നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും മറ്റേ ചൈനക്കാണ്, റഷ്യക്കാണ്, അല്ലെങ്കിൽ അമേരിക്ക, ബ്രിട്ടനാണ്, എല്ലാമാണ് താരീഫ് ചുമത്തി കൊടുക്കുന്നതെന്നാണ്. ഇത് കൊടുക്കേണ്ട ആരാണെന്നറിയോ? ജനം. അത് പറയില്ല. കേൾക്കുന്നവർ മറ്റേ രാജ്യത്തിന് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആരാണ് ഈ പൈസ കൊടുക്കേണ്ടത്? ഇപ്പം ചൈനയിൽ നിന്ന് 100 രൂപയ്ക്ക് ഒരു സാധനം അമേരിക്കയിലേക്ക് വരുമ്പോൾ 100% ടാക്സ് കൊടുക്കുകയാണെങ്കിൽ അത് അവിടുത്തെ ജനത്തിന് കിട്ടണമെങ്കിൽ അയാൾ 200 രൂപ കൊടുക്കണം. അല്ലാതെ ചൈനക്കെന്താ കാര്യം? ചൈന 100 രൂപയ്ക്ക് ഇങ്ങോട്ട് കൊടുത്തു വിടുന്നത്. ഇവിടെ എത്തുമ്പം ജനത്തിനത് വേണോ, ഒരു 100 കൂടി താന്നും പറഞ്ഞ് ജനത്തിൻ്റെ വിരടിക്കാണ് ടാക്സ് കൊടുക്കുന്നത്. അവർ പാപികളായി മാറുമെന്നാണ് പറയുന്നത്. അത് പക്ഷേ നമ്മളെ മാധ്യമങ്ങളൊന്നും പറയില്ല. കേൾക്കുമ്പോൾ വിചാരിക്കാം ചൈനക്ക് 100 രൂപയും കൂടി അടിച്ചു കൊടുത്തിരിക്കുക, ചൈനയുടെ കീശയിൽ നിന്ന് 100 രൂപ പോകുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ജനത്തിന് കരം അടിച്ചു കൊടുക്കുന്ന രാജാക്കന്മാരെ പാപികളായി തീരും, പാപികളായിട്ട് മരിക്കേണ്ടി വരും. എന്നിട്ട് 15 പറയുകയാണ്, ഇപ്രകാരത്തിൽ ബ്രാഹ്മണോത്തരന്മാരാൽ അനുവദിക്കപ്പെട്ട, അതായത് ഭരണത്തിൽ രാജാക്കന്മാരെ നിയമിക്കുന്നത് പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം കൂടിയിട്ട്, ശരി നമുക്ക് ഇദ്ദേഹത്തെ രാജാവാക്കിയിട്ട് ഏറ്റവും പണ്ഡിതന്മാരായ നല്ല ആൾക്കാരാണ് രാജാക്കന്മാരെ നിയമിക്കുന്നത്. അപ്പം രാജാവായിട്ട് നിയമിക്കുമ്പോൾ നമ്മുടെ പൂർവികന്മാർ അനുഷ്ഠിച്ച ശരിയായ മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ട്, രാജാധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് അതേപോലെ തന്നെ രാജ്യം ഭരിക്കുക. അതേപോലെ തന്നെ അനാസക്തനായിട്ടും രാജ്യം ഭരിക്കുമ്പോൾ എങ്ങനെ രാജ്യം ഭരിക്കണം? ഈ ഭൂമിയുടെ രക്ഷകനായിക്കൊണ്ട് ലോകകീർത്തിയെല്ലാം നേടിക്കൊണ്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് എന്ത് സംഭവിക്കും? സിദ്ധന്മാരായ മുനിമാര് അങ്ങയുടെ ഗ്രഹത്തിന് വന്നു ചെയ്യും. അപ്പോൾ ഉത്തമമായ മാർഗത്തിൽ കൂടി രാജാവായിട്ട് വാഴിക്കപ്പെടുമ്പോൾ പൂർവികർ ചെയ്ത വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒരു സ്വന്തം കാര്യത്തിന് താല്പര്യമൊന്നുമില്ലാതെ ലോകത്തെ മുഴുവൻ ഭരിച്ചുകൊണ്ട്, അതേസമയം ശ്രേയസ്കരമായി എല്ലാവരും പുകഴ്ത്തുന്ന തരത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ വീട്ടിൽ എന്തുവരും? ചില സിദ്ധ മുനിമാര് വന്നു ചേരും ഒരു കാലത്ത്. അതുകൊണ്ട് രാജാവോട് പറയുകയാണ്, അങ്ങ് എന്തെങ്കിലും എന്നിൽ നിന്ന് വരം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ചോദിച്ചു കൊള്ളുക, വരം നൽകാൻ ഞാൻ തയ്യാറാണ്. കാരണം അങ്ങയുടെ സ്വഭാവങ്ങളിൽ ഞാൻ ആകൃഷ്ടനായിരിക്കുകയാണ്. അങ്ങയുടെ ഗുണശീലങ്ങളിലാണ്. അദ്ദേഹം ഭൂമിയെ കറന്നെടുക്കുകയാണല്ലോ രാജാവിൻ്റെ ധർമ്മം, ഭൂമിയെ പുരോഗതിയിലേക്ക് നയിക്കുക. അപ്പം അതിൽ മാത്രം മുഴുകിയിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങയുടെ ഗുണശീലങ്ങളിൽ ഞാൻ അധികം ആകൃഷ്ടനായിരിക്കുകയാണ്. അതുകൊണ്ട് വരം തരാം.
പക്ഷേ ഞാൻ ആർക്കും വരവൊന്നും കൊടുക്കലില്ല. യോഗാഭ്യാസം കൊണ്ടോ തപസ് കൊണ്ടോ യജ്ഞങ്ങളോ കൊണ്ടൊന്നും ഞാൻ അങ്ങനെയൊന്നും തൃപ്തിയാകുന്ന കക്ഷിയൊന്നും അല്ല. കാരണം സമചിത്തതയുള്ള വ്യക്തികളുടെ ഹൃദയത്തിലാണ് സമചിത്തത. എല്ലാറ്റിലും ഒന്നായി കണ്ടുകൊണ്ട് ഒരു സ്വതാല്പര്യവുമില്ലാതെ സമചിത്തമായ ശാന്തമായ മനസ്സ്, ഉറച്ച ഒരു മനസ്സോടുകൂടി ഇരിക്കുന്നവരുടെ ഹൃദയത്തിലാണ് ഞാനിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉള്ളിലുള്ളത് ആ വിഷ്ണു തന്നെയാണ്. പക്ഷെ ആ വിഷ്ണുവിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ ആത്മാവ് മാറണമെങ്കിൽ നമ്മൾ ഈ സ്വഭാവത്തോടു കൂടി ഇരിക്കണം. അപ്പോൾ അത് വിഷ്ണു തന്നെയായിട്ട് മാറും. അവരുടെ ഹൃദയത്തിലാണ് ഞാനുള്ളത്. ഇപ്പം 17 മൈത്രേയ മുനി പറയുകയാണ്, ഇങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന പൃഥ്വി മഹാരാജാവ് ശ്രീഹരിയിൽ നിന്ന് കേട്ട ഈ ഉപദേശങ്ങളെല്ലാം മനസ്സാൽ സ്വീകരിച്ചു. അതേപോലെ അദ്ദേഹം സ്വീകരിച്ചു. എന്നിട്ട് പാട്ട് പറയുകയാണ്, അദ്ദേഹം എന്ത് ചെയ്തു? ആ വിഷ്ണുവിൻ്റെ കാൽക്കൽ വീണു. എന്നിട്ട് അദ്ദേഹം ലജ്ജയോടുകൂടി ഇന്ദ്രനെ ആശ്ലേഷിച്ചു എന്ന് പറയുകയാണ്. ഇതിനു വേണ്ടി അദ്ദേഹത്തുമായിട്ടുള്ള ആ വിരോധമെല്ലാം തീർക്കുവാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെയും ആശ്ലേഷിച്ചു. അങ്ങനെ 20 പറയുകയാണ്, അനന്തരം ഇതെല്ലാം പറഞ്ഞതിൻ്റെ ശേഷം പൃഥ്വിനാൽ അർപ്പിച്ച ഭക്തിയോടുകൂടിയും എല്ലാ ആചാരങ്ങളോടുകൂടിയെല്ലാം ഭക്തിയോടുകൂടി പൃഥ്വി എല്ലാം അർപ്പിച്ചെങ്കിലും ആർക്കർപ്പിച്ചു? ഈ വിശ്വമൂർത്തിയായ വിഷ്ണുവിന് അർപ്പിച്ചതിന് ശേഷം വിഷ്ണുവിന് പിന്നെ പോകേണ്ട സമയമാണ്. അദ്ദേഹം പോകാൻ വേണ്ടിയിട്ട് തയ്യാറായെങ്കിലും സജ്ജനങ്ങളുടെ ഉറ്റബന്ധുവായ ആ പങ്കജനേത്രൻ അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകണമെന്ന് തോന്നിയെങ്കിലും മനസ്സോടുകൂടി പോകണമെന്ന തരത്തിലാണ്. അദ്ദേഹത്തെ തന്നെ ഈ പൃഥ്വിനെ തന്നെ അങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ട് നിന്നു. പോകേണ്ട തിരക്കിലാണ്, എന്നാലും ഒന്ന് നോക്കിക്കൊണ്ട് നിന്നു. 21 ആ പൃഥ്വി മഹാരാജാവും ഇതെല്ലാം കണ്ടുകൊണ്ട് അദ്ദേഹത്തിനും ഒന്നും പറയാൻ പറ്റിയില്ല. ഒരു വല്ലാത്ത അവസ്ഥയിൽ ആനന്ദാശ്രു നിറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനും എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങേരും കുറച്ചു നേരം പകച്ചങ്ങ് നിന്നുപോയി. അങ്ങനെ അദ്ദേഹത്തെ തന്നെ നോക്കിയിരുന്നു കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ഇവിടെ പറയുകയാണ്. ആ രൂപത്തെ മുഴുവൻ അദ്ദേഹം തൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി എന്ന് പറയുകയാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആ വിഷ്ണുവിൻ്റെ സ്വരൂപമായിട്ട് മാറുകയാണ്. അദ്ദേഹം തന്നെ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. പക്ഷേ നമ്മളൊന്നും ആ ബ്രഹ്മത്തിൻ്റെ അവസ്ഥയിലെത്തുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ആ രൂപത്തെ തന്നിലേക്ക് ആവാഹിച്ചിട്ട് താൻ അതായിട്ട് പരിവർത്തനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിയെന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ആ രൂപത്തെ തൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചു എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ ആ ബ്രഹ്മസമാനമായി മാറുകയാണ്. നമുക്കെല്ലാം അങ്ങനെ എത്താൻ പറ്റണം. 22 പറയുകയാണ്, അദ്ദേഹത്തിന് അങ്ങനെ നോക്കി ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒട്ടും തൃപ്തി വന്നില്ല. അദ്ദേഹത്തിന് കണ്ണോടന്ന് എടുക്കാൻ പറ്റിയാതെ വന്നു. കാരണം ഏത് രൂപത്തിലാണ് കാണുന്നത്? ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന വിഷ്ണു ഭഗവാനമാരിയാണ് കാണുന്നത്. ഭൂമിയേനെ താഴി നിർത്തുന്ന വിഷ്ണു ഭഗവാന്റെ രൂപത്തിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് ആദ്യം പറയാൻ തുടങ്ങി. 23 പറയുന്നത്, സർവശക്തനായ ഈശ്വരനോട് പറയുകയാണ്, വരദാതാക്കളായ ദേവന്മാർക്ക് പോലും ഈശ്വരനാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. ആ ദേവതകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് വിഷ്ണു. അപ്പം എല്ലാ ദേവതകളുടെയും ഈശ്വരനായ അങ്ങ് ഈ ദേഹവുമായിട്ട്, ദേഹത്തിലെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കാണുന്ന സാധനങ്ങളെല്ലാം. ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പ്രകൃതികളെ ഗുണങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിൽ നമുക്കാണ് പ്രകൃതിയിലുള്ള ഓരോന്നിനും അനിഷ്ടങ്ങളെല്ലാം ഉണ്ടാവുക. നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും, അത് കൊള്ളാം ഇത് കൊള്ളാം എന്ന് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല ഗുണഗണങ്ങളും പ്രകൃതിയിൽ പല ഗുണഗണങ്ങളെയും ദർശിക്കുന്നു.
അങ്ങനെ നമ്മുടെ മനസ്സ് എന്താവുന്നു, അതിലെല്ലാം ആകൃഷ്ടനാവുന്നു, ചഞ്ചലമാവുന്നു. നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് കാണാനും കേൾക്കാനും എല്ലാം പറ്റുന്നത്. പലതും കാണുമ്പോൾ അതിൽ പല ഗുണഗണങ്ങളും നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട താല്പര്യം, അത് കൊള്ളാം ഇത് കൊള്ളാം എന്നുള്ള ചിന്തകളുണ്ടാകും. അങ്ങനെ ചിന്തകളിലും മനസ്സ് വ്യാകുലമാണ്. അങ്ങനെ കിടക്കുന്ന വസ്തുക്കളാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം. അങ്ങനെ മനസ്സിൽ സ്വാധീനിക്കുന്ന എന്തെങ്കിലും വരം ബുദ്ധിമാന്മാരായ ഈ സത്യം മനസ്സിലാക്കിയ ആരെങ്കിലും ചോദിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം വിഷ്ണു പറഞ്ഞിട്ടുണ്ട്, വേണ്ടെങ്കിലും എന്തെങ്കിലും വരം കെട്ടിക്ക് ചോദിച്ചോളുക എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം പറയാണ് ഇതെല്ലാം മായയിലകപ്പെട്ട സാധനങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വരങ്ങൾ ചോദിക്കുകയാണ്, ചോദിക്കുന്നതിൽ അർത്ഥം ഉണ്ടോ? അതുകൊണ്ട് 24 പറയുന്ന ഹലോ അല്ലയോ രക്ഷിതാവേ, മഹാഭാഗവതോത്തമന്മാരുടെ ഹൃദയത്തിൽ നിന്നും വായിലൂടെ പുറത്തു വന്ന അങ്ങയുടെ കഥാസുധാസ്വാദനം, അങ്ങയെപ്പറ്റിയുള്ള കഥകൾ, അതായത് ഭാഗവതത്തിലൂടെ ഋഷികളിലൂടെ ഭാഗവതത്തിലൂടെ പുറത്തേക്ക് വന്ന അങ്ങയുടെ കഥകൾ യാതൊന്നിലും ഇല്ല. അത് കൈവല്യമാണെങ്കിലും കൂടി ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് വേണ്ടത് ആ കഥകൾ കേൾക്കുവാനുള്ള 10,000 കാതുകൾ എനിക്ക് ഉണ്ടാക്കി തന്നാലും എന്ന വരമാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ പ്രപഞ്ച രഹസ്യം, ബ്രഹ്മരഹസ്യം മനസ്സിലാക്കാനുള്ള ജ്ഞാനമാണ് ഞാൻ, മനസ്സിലാക്കുവാനുള്ള ആ ബുദ്ധിശക്തി, ആ കേൾവി ശക്തി, അതെല്ലാമാണ് ഞാൻ വരമായിട്ട് ചോദിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ജ്ഞാനം. അപ്പോൾ പരാസൈറ്റ്സ് ഉണ്ട്, അപരാസൈറ്റ്സ് ഉണ്ട്. എനിക്ക് അപരാസൈറ്റ്സ് ഒന്നും വേണ്ട, എനിക്ക് പരാസൈറ്റ്സ് ബ്രഹ്മജ്ഞാനം, ആ ബ്രഹ്മരഹസ്യം, അതാണ് അറിയേണ്ടത്. അത് കേൾക്കുവാനുള്ള ബുദ്ധിയും കാതുകളും എല്ലാമാണ്. 10,000 കാതുകളാണ് എനിക്ക് വേണ്ടത്. 25 പറയാണ്, ഉദാരകീർത്തി എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, മഹാത്മാക്കളുടെ മുഖത്തു നിന്നും പുറത്തു വരുന്ന വാക്കുകൾ, അതായത് ഈ ബ്രഹ്മരഹസ്യങ്ങളെല്ലാം വിവരിക്കുന്ന, ഈ ശ്രീഹരിയെ പറ്റി വിവരിക്കുക എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ പിന്നെ പ്രപഞ്ച രഹസ്യത്തിൻ്റെ പിന്നിലുള്ള ആ നിർഗുണമായ ബ്രഹ്മത്തെ പറ്റിയെല്ലാം പരാമർശങ്ങൾ. അതായത് ആധുനിക സയൻസിൻ്റെ മുകളിലുള്ള ആ പരാസയൻസ്, നിർഗുണമായ ബ്രഹ്മം എന്തിനു വേണ്ടി പ്രപഞ്ചമായി മാറി, അതെങ്ങനെയെല്ലാമാണ് നമ്മളെയെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് വരുന്ന ആ ആത്മതത്വങ്ങൾ മഹാന്മാരായ ആൾക്കാരാണ് അത് കഥരൂപത്തിലെല്ലാം അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്, അത് തിരുവടിയുടെ ദേഹത്തെയെല്ലാം തഴുകിക്കൊണ്ടുവരുന്ന കാറ്റായിട്ട് ഒഴുകി വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു, തത്വമാർഗങ്ങളെല്ലാം മറന്നു കളഞ്ഞ യോഗികളെപ്പോലും ശരിയായ ധർമ്മത്തിലേക്ക് നയിക്കുന്നതാണ്. അതായത് ഇത്തരം കഥകളെല്ലാം യോഗികളായവർക്ക്, യോഗികൾ എന്ന് പറയുന്നവർക്ക് തന്നെ യഥാർത്ഥത്തിൽ ഒരു വിരക്തി വന്നു പോകുന്നവരാണ്. അല്ലാതെ അതിൻ്റെ പിന്നിലുള്ള ധർമ്മങ്ങളെ പറ്റിയൊന്നും ശരിയായി പഠിച്ചുകൊണ്ട് ബ്രഹ്മരഹസ്യമൊന്നും മനസ്സിലായിട്ടല്ല ഒരാൾ യോഗിയായിട്ട് പോകുന്നത്. വിരക്തി വരുന്നു, യോഗിയായി പോകുന്നു. പക്ഷെ അവരെപ്പോലും ശരിയായ മാർഗത്തിലൂടെ നയിക്കുവാൻ ഈ കഥകൾക്ക് കഴിവുണ്ട്. ഇപ്പം ചിലവരെല്ലാം ജീവിതത്തിൽ വിരക്തി വന്നിട്ട് അങ്ങ് പോവുക, ശരി ബ്രഹ്മസാക്ഷാത്കാരം, അവർക്ക് എന്താണ് ഈ ബ്രഹ്മജ്ഞാനമൊന്നും അവർക്കറിയില്ല. പക്ഷെ അവർക്കാണ് ഈ കഥകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നേരായ വഴിയിലേക്ക് നയിക്കുവാൻ ഈ കഥകൾക്ക് കഴിവുണ്ട്. അപ്പം ഇത് കേൾക്കാനുള്ള ഇത് മാത്രമേ എനിക്ക് ആവശ്യമുള്ള, അല്ലാതെ വേറെ വരദാനങ്ങളൊന്നും എനിക്ക് വേണ്ട എന്ന് പൃഥ്വിരാജാവ് പറയുകയാണ്. 26 പറയുകയാണ്, ഹേ മംഗളകീർത്തെ, ഇന്ദിരുവരിയുടെ കീർത്തിയെപ്പറ്റി ഏതെങ്കിലും ഒരു സഞ്ജന സംഗമത്തിൽ വെച്ച്, ആരെങ്കിലും ഒരു സമ്മേളനത്തിൽ വെച്ച് ഏതെങ്കിലും ഒരാൾ കേൾക്കുകയും അവർ പുരുഷാർത്ഥങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയും, പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജനിച്ചത് എന്തിനു വേണ്ടിയാണ്, ഏതെല്ലാം ഘട്ടത്തിലൂടെയാണ് മനുഷ്യൻ എന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം പുരുഷാർത്ഥങ്ങൾ. ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാമം ഇതെല്ലാം വെച്ചിട്ടുകൊണ്ടാണ് മനുഷ്യൻ്റെ ധർമ്മത്തിനനുസരിച്ചായിരിക്കണം
കാമം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അർത്ഥം നേടുന്നത്. അർത്ഥം നേടാൻ വേണ്ടി കാമമുണ്ടാകും, അതിനനുസരിച്ച് അർത്ഥം നേടാൻ വേണ്ടി ശ്രമിക്കും, അവസാനം മോക്ഷപ്രാപ്തിയിലേക്കും എത്തും. ഈ തത്വങ്ങളെല്ലാം അറിയുന്ന ഒരാൾ, ശരിക്കും മനസ്സിലാക്കിയ ഒരാൾ, അല്ലാതെ ആളില്ല. അപ്പം അങ്ങനെ മനസ്സിലാക്കുക. അതേ സമയത്ത് പറയുന്നുണ്ട് അവൻ മൃഗവുമല്ല, മൃഗത്തിൻ്റെ മനസ്സുള്ളവനുമല്ല. അപ്പം മൃഗത്തിൻ്റെ മനസ്സില്ലാത്തവരും ഈ പുരുഷാർത്ഥങ്ങളെപ്പറ്റി ശരിക്കും മനസ്സിലാക്കിയവനും ആയ ഒരാൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഒരു സമ്മേളനത്തിൽ വെച്ച് ഈ ശ്രീഹരിയുടെ കഥകൾ കേട്ടാൽ പിന്നെ അയാൾ അതിൽ നിന്ന് വിട്ടുപോകില്ല. ഈ മഹാലക്ഷ്മി തന്നെ ഈ പുരുഷാർത്ഥങ്ങൾക്ക് പിന്നിലെല്ലാം ഉള്ളത് പ്രകൃതിയാണ്. പ്രകൃതിയുടേതായിട്ട് മഹാലക്ഷ്മി തന്നെ, ആ മഹാലക്ഷ്മി തന്നെ ഇതിനെയെല്ലാം ആവാഹിച്ച് വെച്ചിട്ടുണ്ട്. ശ്രീഹരിയുടെ കാര്യങ്ങളെല്ലാം ഈ പുരുഷാർത്ഥങ്ങളിൽ ആവാഹിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ശ്രീഹരിയുടെ ലീലകളിലൂടെയാണ് ഈ പ്രകൃതി ഉണ്ടായിരിക്കുന്നത്. ഈ പ്രകൃതി പുരുഷാർത്ഥങ്ങളിലൂടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് തന്നെ ശ്രീഹരിയിൽ നിന്ന് ഉത്ഭവിച്ച, അപ്പം പ്രകൃതിയിൽ നിന്നുള്ളതെല്ലാം ആശ്രയിക്കുന്നത് ഏതിലാണ്? ശ്രീഹരിയിലാണ് ആശ്രയിക്കുന്നത്. പ്രകൃതി ആശ്രയിക്കുന്നത് ശ്രീഹരിയിലാണ്. അപ്പം മഹാലക്ഷ്മി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രീഹരിയുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രകൃതിയെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്, പുരുഷാർത്ഥങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 27 പറയുകയാണ്, ആകയാൽ സകല മഹാപുരുഷന്മാരുള്ളിൽ വെച്ച് ശ്രേഷ്ഠനായ അങ്ങയെ എല്ലാ പുരുഷാർത്ഥങ്ങളിലും, ഇവിടെയുള്ള എല്ലാത്തിൻ്റെയും പുരുഷന്മാരും, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ദേവതകളുണ്ടോ ആ ദേവതകളുടെ എല്ലാം ശ്രേഷ്ഠനായ അങ്ങയെ, ഈ ലോകത്തിലെ എല്ലാ ഗുണങ്ങളുടെയും ഇരിപ്പിടമായ അങ്ങയെ ഏത് വിധം മഹാലക്ഷ്മി സ്വീകരിച്ചുവോ അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുകയാണ്? അങ്ങയെയും ഭജിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ടൊരു സംശയമാരി പറയുകയാണ്, അപ്പം ആ മഹാലക്ഷ്മിയും അങ്ങയിലാണ് മനസ്സർപ്പിച്ചിരിക്കുന്നത്, ഞാനും അങ്ങയെ തന്നെയാണ് മനസ്സിലായി അർപ്പിച്ചിരിക്കുന്നത്, രണ്ടുപേരും. അതുകൊണ്ട് ഇവർക്ക് തമ്മിൽ നമുക്ക് തമ്മിൽ അങ്ങനെ ചേർച്ചക്കുറവൊന്നും വരികയില്ലല്ലോ. രണ്ടുപേരും ഒരാളുടെ തന്നെ മനസ്സങ്ങ് അർപ്പിക്കുമ്പോൾ നമ്മളെ ഇടയിൽ ഒരു കലഹമൊന്നും ഉണ്ടാവുകയില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ചോദിക്കുകയാണ്. ഇത് പറയുവാനുള്ള കാരണം ഇന്ദ്രനും മഹാവിഷ്ണുവിന് വേണ്ടിയാണ് കർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത്. രാജാവും മഹാവിഷ്ണുവിന് വേണ്ടി തന്നെയാണ് കർമ്മങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇങ്ങനെ രണ്ടുപേരും, രാജാവും ലോക പുരോഗതിക്കായിട്ട് കർമ്മങ്ങൾ ചെയ്യാണ്. അത് ആരുദ്ദേശിച്ച പോലെയാണ്? വിഷ്ണു ആഗ്രഹിക്കുന്ന തരത്തിലാണ്. ഇന്ദ്രനും വിഷ്ണുവിന് വേണ്ടിയിട്ട് തന്നെയാണ് കർമ്മങ്ങൾ. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് വരുന്നുണ്ട്? മത്സരം വരുന്നുണ്ട്. അതുപോലെ പ്രകൃതിയും പുരുഷനാണ് ഈ മഹാവിഷ്ണുവായിട്ട് എടുക്കുമ്പോൾ അതിൽ നിന്നുമുണ്ടായതാണ് പ്രകൃതി. ആ പ്രകൃതി മഹാവിഷ്ണുവായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതേപോലെ തന്നെ രാജാവും ഈ പ്രകൃതിയെയെല്ലാം പുഷ്ടിപ്പെടുത്തുന്ന രാജാവാണ്. ലോകം പുരോഗമിക്കുമ്പോൾ പ്രകൃതിയും പുരോഗമിക്കുകയാണ്. അപ്പം ആ രാജാവും വിഷ്ണുവിന് വേണ്ടി തന്നെയാണ് പുരുഷാർത്ഥങ്ങളിലൂടെ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അവിടെയും രണ്ട് പാരലായിട്ട് വരുന്നുണ്ട്, ആര്? മഹാലക്ഷ്മിയും വൃത്തിയും. അപ്പോൾ അവിടെയും ചിലപ്പോൾ അവർ തമ്മിൽ എന്തുണ്ടാകാം? ഒരു മത്സരം, ഒരു വിരോധം ഉണ്ടായിക്കൂടായികയില്ല. 28 എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്മി ദേവിക്ക് ഒരു ചെറിയ വിരോധം ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം പ്രകൃതി, പുരുഷൻ, ആ വിഷ്ണുവിൻ്റെ ദ്വയമാണ് പ്രകൃതി. അപ്പം വിഷ്ണു സേവ തന്നെയാണ്. എന്നാൽ രാജാവാണ് യഥാർത്ഥത്തിൽ ആ പ്രകൃതിയെ പരിപാലിച്ചുകൊണ്ട് രാജാവ് പ്രജകളിലൂടെ ലോക പുരോഗതിക്കായിട്ട് ശ്രമിക്കുമ്പോഴാണ് ആ ലോകം പുരോഗമിക്കുന്നത്, പ്രകൃതി പുരോഗമിക്കുന്നത്. അങ്ങനെ വിഷ്ണു സേവയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം ദേവിയെക്കാട്ടിയും മഹാത്മ്യം ആർക്ക് തന്നെയാണ്? രാജാവിന് തന്നെയാണ്. കാരണം ദേവിയെ, അല്ലെങ്കിൽ ആ പ്രകൃതിയെ ആ നിലയിൽ എത്തിക്കുന്നത്
വിഷ്ണുവിൻ്റെ സേവ നടത്തുന്നത് രാജാവിലൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ദേവിക്ക് ചെറിയൊരു വിരോധനം തോന്നുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഈ ലോക പുരോഗതിയിൽ പ്രകൃതി ആ നിലയിൽ എത്തിക്കുന്നതിൽ ലക്ഷ്മി ദേവിക്ക് വലിയ പങ്കൊന്നുമില്ല. ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്ന അർത്ഥത്തിലേക്കുണ്ട്. പക്ഷേ ആ പ്രകൃതിയെ ആ നിലയിൽ എത്തിച്ചിട്ട് വിഷ്ണു സേവ നടത്തുന്നത് രാജാവ് തന്നെ, പൃഥ്വി തന്നെയാണ്. 29 പറയുന്നു, ഈ രാജാവാകട്ടെ നിഷ്കാമ കർമ്മം ചെയ്തിട്ടാണ്, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അപ്പം ഭക്തനാണ്. ആ ഭക്തിയോടുകൂടി നിഷ്കാമ കർമ്മം ചെയ്തുകൊണ്ട് ആണ് ആ പ്രകൃതിയെ പരിപാലിക്കുന്നത്. അദ്ദേഹം മായയിൽ നിന്നെല്ലാം മുക്തമായിട്ടാണ് നിഷ്കാമ കർമ്മം ചെയ്യുന്നത്, മായക്കൊന്നും അടിമപ്പെടാതെ. യഥാർത്ഥത്തിൽ ദേവി എന്ന് പറയുന്നത് മായ തന്നെയാണ്. എന്നാൽ രാജാവ് ഈ മായനെയും മറികടന്നുകൊണ്ടാണ് നിഷ്കാമ കർമ്മം ചെയ്യുന്നത്. അപ്പം അത്രയും വലിയ ഭക്തനാണ്. ആ ഭക്തനാകട്ടെ ആ വിഷ്ണുവിൻ്റെ സേവയിൽ കവിഞ്ഞ് വേറൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ ഒരു മായക്ക് അടിമപ്പെട്ടിട്ട് ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് ഒന്നും തന്നെ വേണ്ട. ആകെ വേണ്ടത് എന്താണ്? ആ പ്രകൃതിയെ, ആ വിഷ്ണുവിനെ ഭജിക്കുക, അല്ലെങ്കിൽ വിഷ്ണു സേവ നടത്തുക, അല്ലെങ്കിൽ പ്രകൃതിയെ പുരോഗമിപ്പിച്ച് ആ ലക്ഷ്യത്തിൽ വിഷ്ണു എന്താണോ ഉദ്ദേശിക്കുന്നത്, അതായത് ഹൃദയം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗത്തിലൂടെ ഒരു സുന്ദരമായ ലോകം സൃഷ്ടിക്കുക. ബുക്കയിൽ പറയുകയാണ്, ഭഗവാനെ ഭജിക്കുന്നവരോട് വിഷ്ണു എന്ന് പറയും, വരം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഭക്തരിൽ എന്തിട്ടാണ് വ്യാമോഹം ജനിപ്പിക്കുകയാണ് അങ്ങ് ചെയ്യുന്നത്. സ്വാഭാവികമായി വരം ചോദിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവും. ഞാൻ പിന്നെ എന്തൊക്കെ നല്ല ചോദിക്കാം. പക്ഷേ വിരക്തി വന്നതിന് വരമൊന്നും ആവശ്യമില്ല. അപ്പോൾ വരം ചോദിക്കുക എന്ന് പറയുമ്പോൾ തന്നെ, അദ്ദേഹത്തെ ഭജിക്കുന്നവരോട് വരം ചോദിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവരിൽ ഭക്തരുടെ ഇടയ്ക്ക് എന്താണ് ഉണ്ടാക്കുന്നത്? ഒരു മോഹം ഉണ്ടാക്കുകയാണ് അത് ചെയ്യുന്നത്. പിന്നെ എന്ത് പറയുന്നു? ലോക ജനതയെല്ലാം കർമ്മം ചെയ്യുന്നത് മോഹത്തിൽ അകപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അല്ലാതെ അങ്ങേരെ ആ പാശത്തിൽ, മോഹമാവുന്ന പാശത്തിൽ ജനങ്ങളെ ബന്ധിച്ചതിൽ ഏതെങ്കിലും ആൾ ബന്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ പിന്നെ മോശപാശത്തിലാകപ്പെട്ട് കർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ്? 31 പറയാണ്, അങ്ങേയും മോഹപാശം കൊണ്ട് എന്ത് ചെയ്യാണ്? ലോക ജനതയെല്ലാം പരമാർത്ഥ തത്വത്തിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം മോഹിപ്പിക്കുന്നു. നമ്മളെല്ലാം ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മളെല്ലാം യഥാർത്ഥമായ സത്യം, അങ്ങേരാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്, നമ്മളതിന് അറിയാതെ ചെയ്യപ്പെടുകയാണ് എന്ന സത്യത്തിൽ നിന്നും അകന്നു പോവുകയാണ്. നമ്മൾ ഞാനെന്ന ചിന്ത ആദ്യം ഉണ്ടാകും. ഞാനെന്ന ചിന്ത ഉണ്ടാകും, മോഹം ഉണ്ടാകും. അപ്പം പിന്നെ ഞാനേ ഉള്ളൂ, അങ്ങേരില്ല. യഥാർത്ഥത്തിൽ ആ ശക്തി തന്നെയാണ് ആത്മാവ്, ഞാൻ. പക്ഷേ ആ സത്യം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്നിൽ ഞാനെന്ന ഒരു ചിന്ത ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അതുണ്ടായിക്കഴിഞ്ഞാൽ മോഹത്തിലാകപ്പെട്ട് കർമ്മവും ചെയ്യും. പിന്നെ എന്ത് പറ്റില്ല? പരമാർത്ഥ സത്യം, ആ ബ്രഹ്മമാണ് ഞാനെന്ന സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ആ മോഹത്തിൽ അകപ്പെട്ടു പോയവരാണെങ്കിൽ പിന്നെ ആ ജ്ഞാനം നേടാതെ പലതും ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ പോകും. അതിൻ്റെ ഫലമായി കർമ്മവും ചെയ്യും. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, എങ്ങനെയാണോ ഒരു പിതാവ് കുട്ടിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നത്, അതുപോലെ തന്നെ അങ്ങ് എനിക്ക് വേണ്ടതെല്ലാം അങ്ങ് തന്നെ ചെയ്തു തരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് എന്നിൽ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അങ്ങ് പിതാവാണ്, ഞാൻ പുത്രനാണ്, ആ നിലയിലാണ് കാര്യങ്ങളെല്ലാം. ഞാൻ പ്രത്യേകിച്ചൊന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ 32 മൈത്രേയ മുനി പറയുകയാണ്, ഇപ്രകാരം പൃഥ്വി ചക്രവർത്തി പറഞ്ഞപ്പോൾ ആ ലോകസാക്ഷി, ലോകത്തിലെ സാക്ഷിയായി നിൽക്കുന്ന ആ ശക്തി, അതായത് മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീഹരി അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങിലെ
എല്ലാം എന്നിലുള്ള ഭക്തി അങ്ങിൽ ഉണ്ടാകട്ടെ. അതിലൂടെ വിട്ടുകളയുവാൻ പ്രയാസമുള്ള ആ മായാവലയം അങ്ങ് മറികടന്നോളൂ. കാരണം അങ്ങിലുള്ള ആ യഥാർത്ഥ ഭക്തി കൊണ്ട് ആ മായാവലയത്തിൽ നിന്നും അങ്ങ് മുക്തമായിക്കൊള്ളും. ഇതിന് 33 പറയുന്ന അങ്ങനെ ജനനേതാവെ അങ്ങെന്ത് ചെയ്യണം? പ്രമാദമൊന്നുമില്ലാതെ എന്നാൽ നിർദ്ദേശിക്കപ്പെട്ട വഴിയിലൂടെ, അത് എനിക്ക് വേണ്ടി ഞാൻ തീരുമാനിച്ചവരെ പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആ മാർഗത്തിലൂടെ അങ്ങ് നീങ്ങിയാൽ എൻ്റെ ആഗ്രഹത്തിനുള്ള അനുസരിച്ചുള്ള കാര്യങ്ങൾ നിറവേറ്റിയാൽ അങ്ങനെ ആര് ജനങ്ങൾ പോകുന്നു അവർക്ക് ശ്രേഷ്ഠമായിട്ട് ഭവിക്കും. അവർക്കാണ് എല്ലാ ശ്രേയസ്സും ഉണ്ടാകുന്നത്. ഇങ്ങനെ 34 അങ്ങനെ എല്ലാ ഉപദേശങ്ങളും നൽകിയതിന് ശേഷം ആ പൃഥ്വിനെ അനുഗ്രഹിച്ചുകൊണ്ട്, ആ പൃഥ്വി മഹാരാജാവിനെ അനുഗ്രഹിച്ചുകൊണ്ട് മഹാവിഷ്ണു പോകുവാൻ തയ്യാറായി, അല്ലെങ്കിൽ ശ്രീഹരി വിടവാങ്ങുവാൻ തയ്യാറായി. 36 പറയുകയാണ്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അനന്തരം എല്ലാവരും ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, ഗന്ധർവന്മാർ, നാഗന്മാർ, പിന്നെ കിന്നരന്മാർ, അപ്സരസ്സുകൾ, മനുഷ്യർ, ആകാശചാരികൾ, ഭൂതഗണങ്ങൾ, വിഷ്ണു ഭഗവാന്റെ അനുചരന്മാർ, അങ്ങനെ എല്ലാവരും രാജാവിനാൽ ആരാധിതരായിട്ട് രാജാവ് അവർക്കെല്ലാം അതിനനുസരിച്ചിട്ടുള്ള ധനവും വാക്കുകളും എല്ലാം പ്രയോഗിച്ചു. രാജാവിനാൽ ആരാധിതരായിട്ട് അവരെല്ലാം അവരവരുടെ വഴിക്ക് പോയി. അങ്ങനെ നിർവികാരനായ 37 പറയുകയാണ്, നിർവികാരനായ ആ ശ്രീഹരിയും ആ രാജാവിൻ്റെ ഹൃദയം കവർന്ന മട്ടിൽ അവിടെ നിന്നും സ്വന്തം സ്ഥലത്തേക്ക് അദ്ദേഹവും പോയി. പിന്നെ 38 പറയുകയാണ്, ഈ പൃഥ്വിരാജാവ് എന്ത് ചെയ്ത് ആത്മസ്വരൂപം കാണിച്ചു കൊടുത്താൽ യഥാർത്ഥത്തിൽ രാജാവിൻ്റെ ധർമ്മം എന്താണ്? യഥാർത്ഥത്തിൽ രാജാവ് തന്നെ ആരാണ്? ആ പരമമായ ശക്തിയാണ് ഓരോ രാജ്യത്തും രാജാക്കന്മാരെ സൃഷ്ടിച്ചിട്ട് അവരുടെ ജനങ്ങളെ മുന്നോട്ടേക്ക് നയിച്ചിട്ട് ലോക പുരോഗതിക്കായിട്ട് അവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന രാജാക്കന്മാരെ പ്രതിഷ്ഠിക്കുന്നതും ഈ ശക്തി വിശേഷമാണ്. ആരാണ്? ആ ബ്രഹ്മം തന്നെയാണ്. അപ്പം രാജാവിനെ നിശ്ചയിക്കുന്നതിൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷമാണ് പൃഥ്വി. ആ പൃഥ്വിനെ നയിക്കുന്നതും ഈ ശ്രീഹരി തന്നെയാണ്. അങ്ങനെയുള്ള ആത്മസ്വരൂപത്തെ കാട്ടിത്തന്നവനും ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു പോയവനുമായ അവ്യക്തമൂർത്തിയെ യഥാർത്ഥത്തിൽ നമ്മൾ കഥയിൽ വിഷ്ണുവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതൊരു അവ്യക്തമായ മൂർത്തിയാണ്, അതും ഒരു അവ്യക്ത ശക്തിയാണ്. കാരണം പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന, അവയെ നിയന്ത്രിക്കുന്ന പ്രേരക ശക്തിയാണ് വിഷ്ണു. അതും അവ്യക്ത രൂപമാണ്. നമ്മളെയെല്ലാം പ്രേരിപ്പിക്കുന്നവരെ മനസ്സിലോരോ തോന്നിപ്പിക്കുന്ന ശക്തികളുണ്ടല്ലോ, അതിൽ ചിലപ്പോൾ നാരദെന്നെല്ലാം പറയും, അതെല്ലാം അവ്യക്ത രൂപമാണ്. ഈ വിഷ്ണു അവ്യക്ത രൂപമാണ്. കഥയിൽ വരുമ്പോൾ ഇങ്ങനെ കഥാപാത്രമെല്ലായിട്ട് അവതരിപ്പിക്കുകയാണ്. ആ അവ്യക്ത മൂർത്തി എന്ത് ചെയ്തു? നമസ്കരിച്ചിട്ട് രാജാവിൻ്റെ നാട്ടിലേക്ക് പോയി.